എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലൂടെ വന്ന ഇന്നും മാധ്യമങ്ങളിലും ഓൺലൈനുകളിലും സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന രക്കയുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വിശദീകരണമാണ്. ഇന്നൊരു പ്രമുഖ പത്രത്തിൽ ഞങ്ങളുടെ ജനറൽ സെക്രട്ടറിയുടെ പേര് പറഞ്ഞ് തന്നെ ഉള്ളൊരു വാർത്ത വരികയുണ്ടായി. അതുകൂടാതെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് സോഷ്യൽ മീഡിയയിൽ 3 മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ, ഹെയർ സ്റ്റൈലിസ്റ്റുകൾ, അവർ നമ്മുടെ ഹെയർ സ്റ്റൈലിസ്റ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ യൂണിയൻ്റെ മുമ്പിൽ നിരാഹാരം അനുഷ്ഠിക്കുന്നു എന്നൊരു വാർത്ത വരികയും അതിനെ തുടർന്നുണ്ടായ ചർച്ചകളൊക്കെ ആണ് നമ്മൾ ഈ ഒരു പത്രസമ്മേളനത്തേക്ക് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. അവരുടെ പരാതികൾ ഇന്ന് ഞങ്ങൾ നേരിട്ട് കേൾക്കുകയും അതിന്മേൽ വിശദമായ ചർച്ച നടത്തി അതിൽ പരിഹരിക്കേണ്ട കാര്യങ്ങളെ പരിഹരിക്കാനും അവരുടെ തെറ്റിദ്ധാരണ മൂലമുണ്ടായ ചില കാര്യങ്ങളെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനും ഒക്കെ കഴിഞ്ഞു. ആ ചർച്ചയിലൂടെ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായിക്കഴിഞ്ഞു. അവരത് ബോധ്യപ്പെട്ടു. ആ ചർച്ച റീജിയണൽ ലേബർ ഓഫീസറുടെ മധ്യസ്ഥതയിലാണ് നടന്നത്. അതുകൊണ്ട് തന്നെ അത് രേഖാമൂലം അത് ഇരുകൂട്ടരും ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്ന് എഴുതി ഒപ്പിട്ട് ആ വിഷയം അവസാനിച്ചിരിക്കുകയാണ്. ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് ഇതിൻ്റെ അവസാനത്തിലേക്ക് പറയാം. ഇവിടെ ഈ പരാതിക്കാരായ പെൺകുട്ടികൾ ഉന്നയിച്ച വിഷയങ്ങളെ ആയിട്ട് ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ മറ്റ് ചില വ്യക്തികൾ, ഫെഫയുടെ ഭാഗമായിരുന്നൊരു സ്റ്റിൽ ഫോട്ടോഗ്രാഫർ സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയ ചില അഭിമുഖത്തിലൂടെ ഉന്നയിച്ച പരാമർശങ്ങൾ, പരാതികൾ, ആക്ഷേപങ്ങൾ, അതിനെക്കുറിച്ചൊക്കെയും ആ വിഭാഗമായിട്ട്, ആ യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ നിങ്ങളോട് വിശദീകരിക്കും. ശ്രീമതി മിട്ട് ഒരു മേക്കപ്പ് പേഴ്സണാണ്. അവർക്കുണ്ടായ അനുഭവം തന്നെയാണ് ആദ്യം നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. മിട്ട് എൻ്റെ ആദ്യത്തെ ഒരു മലയാളം മൂവിയായിരുന്നു കൂടെ എന്ന് പറയുന്നത്. അഞ്ജലി മേനോനാണ് അതിൻ്റെ ഡയറക്ടർ. അവർ WCC അംഗവുമാണ്. അല്ല, ഇങ്ങോട്ട് വന്നു, ഇങ്ങോട്ട് വന്നു. എൻ്റെ പേര് മിറ്റ. എൻ്റെ ആദ്യത്തെ മലയാളം പടമാണ് കൂടെ. അഞ്ജലി മേനോൻ്റെ മൂവിയായിരുന്നു. 2017 ഒക്ടോബർ നവംബറിലാണ് അതിൻ്റെ ഷൂട്ട് നടക്കുന്നത്. എൻ്റെ കൂടെ എൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഹിരോഷ് എന്ന് പറയുന്ന വ്യക്തിയും മനീഷ ശിവപ്രിയ എന്ന് പറയുന്ന ഹെയർ സ്റ്റൈലിസ്റ്റുമാണ് അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ഷൂട്ട് തുടങ്ങിയിട്ടില്ല. ഷൂട്ട് തുടങ്ങാൻ 12 ദിവസവും കൂടി ബാക്കി നിൽക്കുക. ട്രയൽ മേക്കപ്പിനാണ് ഞങ്ങൾ അന്ന് അവിടെ ഉണ്ടായിരുന്നത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ മനീഷ ശിവപ്രിയയെ അവിടെ വേണ്ട എന്ന് പറഞ്ഞ് പുറത്താക്കിയത്, നമ്മളുടെ സെറ്റിന് പറ്റില്ല എന്ന് പറഞ്ഞ് പുറത്താക്കിയത് WCC അംഗവും കൂടി ആയ അഞ്ജലി മേനോനാണ്. അതിൽ എനിക്ക് യാതൊരു വിധത്തിലുള്ള കൈകടത്തലുമില്ല. അവരത് പുറത്തു പോയ ശേഷം 18 ദിവസത്തോളം എനിക്കും എൻ്റെ 2 കുട്ടികൾ, അന്ന് എൻ്റെ മക്കളുടെ പ്രായം 14ഉം 13ഉം വയസ്സാണ്, പ്ലസ് എൻ്റെ ഹസ്ബൻഡ് ആൻ്റണിയെക്കുറിച്ചും ഫോട്ടോ സഹിതം അവർ 17 ദിവസം ലൈവ് വീഡിയോ ഫേസ്ബുക്കിലിടുകയുണ്ടായി. ഞാൻ പ്രതികരിച്ചില്ല. കാരണം അവിടെ ഷൂട്ട് നടക്കുന്നുണ്ട്, ഇപ്പോൾ തൽക്കാലം പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്ന് അഞ്ജലി മേനോൻ തന്നെയാണ് എന്നോട് ആവശ്യപ്പെട്ടത്. അതവിടെ കഴിഞ്ഞു. അതിനുശേഷം ഇന്നലെ മുഖ്യമന്ത്രിക്ക് തുറന്ന കത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അത് WCCയിലും എല്ലാവരും തന്നെ ഷെയർ ചെയ്ത കാര്യങ്ങളാണ്. കേരളം മുഴുവൻ അത് പബ്ലിഷ് ചെയ്യുകയും പല മീഡിയയിലും എൻ്റെ പേരടക്കം അവിടെ വരികയും ചെയ്തു. ഞാൻ അവരെ മോശമായ കാര്യങ്ങൾക്ക് പ്രേരിപ്പിച്ചു, അതുകൊണ്ട് അവരെ പുറത്താക്കി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഞാൻ മീഡിയയോട് ചോദിക്കുന്ന ഒരു കാര്യം, എൻ്റെ പേര് പറഞ്ഞുകൊണ്ട് എന്നെ അധിക്ഷേപിക്കാൻ അവർക്ക് അധികാരം കൊടുത്തു? ഇപ്പോൾ WCC തന്നെയാണ് എല്ലാ കാര്യത്തിലും ഈ പോയ എല്ലാ കാര്യത്തിലും കൂട്ടുനിന്നത്. അപ്പോൾ ഞാനും ഒരു WCC പേഴ്സണാണ്, ഞാനും ഫെഫയിലെ ഒരു അംഗമാണ്. അപ്പോൾ എനിക്കൊരു വിഷയം ഉണ്ടായപ്പോൾ എന്തുകൊണ്ട് എനിക്ക് വേണ്ടി അവരാരും സംസാരിച്ചില്ല? ഇതുവരെ ആരും എന്നെ വിളിച്ചിട്ടില്ല. മനീഷ ശിവപ്രിയയുടെ എല്ലാ പോസ്റ്റുകളും എല്ലാവരും ഷെയർ ചെയ്യുകയും അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. സോ ഞാനെന്ന് പറഞ്ഞൊരു എന്നെ വ്യക്തിഹത്യ നടത്താൻ ആർക്കും അധികാരമല്ല. അതെൻ്റെ പേര് വെച്ചിട്ടാണ് എല്ലാ മീഡിയയിലും വന്നത്. എനിക്കും എൻ്റെ ഫാമിലിക്കും ഉണ്ടായ ബുദ്ധിമുട്ടിന് ആര് സമാധാനം പറയും? ഞാനല്ല അവരെ പുറത്താക്കി എന്നുള്ളതിൽ വ്യക്തമായ തെളിവുണ്ട്. അത് അഞ്ജലി മേനോനാണ് അത് പറയേണ്ടത്. അത് WCCയിലെ ഒരു അംഗം. അത് എല്ലാവർക്കും തന്നെ WCCയിലെ ഓരോ പേഴ്സണും അത് അറിയാവുന്ന കാര്യവുമാണ്.
അത്രേ ഉള്ളൂ. കാരണം എനിക്കുണ്ടായ ബുദ്ധിമുട്ട് അത് എനിക്ക് ഇപ്പോഴും വേണമെങ്കിൽ കേസിന് പോവാം, മാനനഷ്ട കേസിന് എനിക്ക് പോവാം. പോക്സോ അതായത് അന്ന് 2017-18 അന്ന് അവർ പ്രചരിപ്പിച്ച എല്ലാ വീഡിയോസും എല്ലാ കാര്യങ്ങളും എൻ്റെ കുട്ടികളടക്കം ശരിക്കും എനിക്ക് പോക്സോ കേസ് അടക്കം എനിക്ക് അവർക്കെതിരെ കുറ്റം എനിക്ക് പറയാം. എനിക്കുണ്ടായ അത് 6 മാസത്തോളം എനിക്ക് ആ ഒരു ട്രോമ ഉണ്ടായി. എനിക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടായി. ഞാനൊരു സൂയിസൈഡ് നോട്ട് വരെ ഞാൻ അന്ന് എഴുതി എൻ്റെ വീട്ടിലേക്ക് വിട്ടിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ബ്രദറും എൻ്റെ ഹസ്ബൻഡും വന്ന സെറ്റിൽ വന്ന 5 ദിവസം എൻ്റെ കൂടെ നിന്നു. അവരന്ന് എന്നോട് പറഞ്ഞത് ഷൂട്ട് തീർന്നിട്ട് വീട്ടിലേക്ക് വന്നാൽ മതി, എന്ത് പ്രശ്നം ഉണ്ടായാലും അവിടെ തന്നെ തുടർന്ന് നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് അന്ന് ആ മൂവി എനിക്ക് തീർന്നുകൊണ്ട് വരാൻ സാധിച്ചത്. രണ്ടാമത്തെ ഒരു വിഷയം ഇതുപോലെ തന്നെ മീഡിയയിൽ വളരെ വ്യാപകമായിട്ട് ഗൗരവതരമായ ആക്ഷേപം ഉന്നയിച്ചത് ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫറാണ്. അതും സമൂഹമാധ്യമത്തിൽ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് അവരുടെ യൂണിയൻ്റെ ജനറൽ സെക്രട്ടറിക്ക് പറയാനുള്ളത് കേട്ടോ. പറഞ്ഞോളൂ. നമസ്കാരം, എൻ്റെ പേര് ബെന്നി ആർലൈൻ. വളരെ നിർഭാഗ്യകരമായ ചില കാര്യങ്ങളാണ്. ഒരു ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് കൂടെ പറയുന്നില്ല. ഒരു പ്രാവശ്യം പറയാനുള്ള ഒരു മാനസികാവസ്ഥയേ ഉള്ളൂ അദ്ദേഹത്തെക്കുറിച്ച്. കാരണം ഷാലു പേയാട് നിങ്ങൾ കേട്ട് കാണും, സോഷ്യൽ മീഡിയയിലെയും ദൃശ്യമാധ്യമങ്ങൾക്കിടെയൊക്കെ അദ്ദേഹം പ്രചരിപ്പിച്ച പ്രചരണങ്ങൾ വസ്തുതയുമായി ഒരു ബന്ധവും ഏതെങ്കിലും അദ്ദേഹം പ്രചരിപ്പിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾക്കും അക്കമിട്ട് മറുപടി പറയുക എന്ന് പറയുന്ന അസാധ്യമാണ്. കാരണം മണിക്കൂറുകൾ വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങളിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതും ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പരാമർശിക്കുന്നതുമായ ഏതെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ വിത്ത് പ്രൂഫ് എവിഡൻസ് എൻ്റെ കയ്യിലുണ്ട്. അതെല്ലാം ഞാൻ നിങ്ങൾക്ക് തരാനും തയ്യാറാണ്. പക്ഷേ ഷാലു ധരിപ്പിച്ചു പോയിട്ടുള്ള പൊതുസമൂഹത്തിൽ പറഞ്ഞു പോയിട്ടുള്ള കുറേ തെറ്റായ കാര്യങ്ങളുണ്ട്. ആളുകളുടെ ഇടയിൽ അതെല്ലാം ചിലർ കുറേ പേര് വിശ്വസിച്ചിട്ടുണ്ട്. ആരാണ് ഷാലു എന്നും ഷാലുവിൻ്റെ പ്രവർത്തന രീതികൾ എന്താണെന്നും ഒന്നും ഞാൻ പ്രതിപാദിക്കുന്നില്ല. അത് നിങ്ങൾക്കൊക്കെ ഏകദേശം അറിയാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം മുമ്പൊരിക്കൽ ഒരു ഡോക്ടർ റോബിനുമായിട്ടൊരു ഇഷ്യൂ ഉണ്ടായി. നിങ്ങളൊക്കെ അതറിയാം, സോഷ്യൽ മീഡിയയിലൊക്കെ ധാരാളം വന്നിട്ടുള്ള ആളാണ്. അദ്ദേഹം ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറോട് കൂടിയാണ്. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. ഷാലുവിനെ ഞങ്ങളുടെ സംഘടനയാണ് സസ്പെൻഡ് ചെയ്തത്. സസ്പെൻഡ് ചെയ്യാനുണ്ടായ കാരണം ഒരു കാരണമല്ല. ഷാലു 2016 27/4/2016 നടന്ന ഞങ്ങളുടെ വാർഷിക പൊതുയോഗത്തിൽ ഇവിടെ വെച്ച്, ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന വാർഷിക പൊതുയോഗത്തെ ധിക്കരിച്ച് ധാർഷ്ട്യമായി മോശം ഭാഷ ഉപയോഗിച്ചാൽ ആ പൊതുയോഗം അദ്ദേഹത്തെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെടുകയും അതിൻ്റെ പേരിൽ പുള്ളി ആ പൊതുയോഗത്തിൽ മൈക്കെടുത്ത് വെച്ച് പച്ചയ്ക്ക് ക്ഷമ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ 10,000 രൂപ പെനാൽറ്റി അടയ്ക്കാൻ അദ്ദേഹത്തോട് നിർദ്ദേശിക്കുകയും ഒക്കെ ചെയ്ത ആ കാലഘട്ടം മുതൽ ഷാലുവിൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് പ്രസൻറ്റേഷൻ അങ്ങനെയാണ്. ഷാലുവിൻ്റെ രീതി അതാണ്. അവിടെ നിന്നാണ് ഷാലു വീണ്ടും വരുന്നത്. പിന്നീട് ഒരു വിഷയം ഉണ്ടായി, അതിൽ മാപ്പ് പറഞ്ഞു, അത് തീർന്നുപോയി. ഷാലു പിന്നീട് ഭരണസമിതി അംഗമായി. ഷാലു കുറേ പടങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെ ഒരു വക്താവെന്ന നിലയിൽ ഷാലു ഭരണസമിതിയിൽ വന്നു. ഭരണസമിതിയിൽ വന്നിട്ട് അദ്ദേഹം ഭരണസമിതിയിലുണ്ടെങ്കിലും അധിക സമയം കമ്മിറ്റിയിൽ പങ്കെടുക്കില്ല. ഉദാഹരണം 2022 ഇത് ഞങ്ങളുടെ ഹാജർ ബുക്കാണ്, അതിൻ്റെ കോപ്പിയാണ്. 2022-2024 ഭരണകാലയളവിലാണ് ഈ സംഭവ വികാസങ്ങൾക്കെല്ലാം അടിസ്ഥാനപരമായ കാരണങ്ങളുണ്ടാകുന്നത്. ആ കമ്മിറ്റിയിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുള്ളത് 2 കമ്മിറ്റിയിലാണ്. ഇദ്ദേഹം പങ്കെടുത്തത് 2 കമ്മിറ്റിയാണ്. ആ 2 കമ്മിറ്റിയിൽ പങ്കെടുക്കുക, മാറി നിന്ന് വിമർശിക്കുക. അല്ലെങ്കിൽ ഞങ്ങൾക്കൊക്കെ അന്നൊക്കെ ഞാൻ പറയാം, വ്യക്തിപരമായി ഞങ്ങൾക്ക് ആർക്കും ഷാലുവിനോട് ഒരു വിദ്വേഷവുമില്ല. പക്ഷേ ഷാലു എന്തിനാണ് ഇത്തരത്തിലൊരു നിലപാടെടുത്തതെന്ന് നമുക്ക് അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. ഞാനതിൻ്റെ പിറകെ പറയുമ്പോൾ നിങ്ങൾക്കും അത് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. ഈ 2ാം ഭരണസമിതി കാലം പോകുന്ന സമയത്ത് ഷാലുവിൻ്റെ അധിക്ഷേപ വാക്കുകളും ഷാലു ഉപയോഗിക്കുന്ന പദങ്ങളും സംസ്കാര സമ്പന്നമല്ല. ഒരിക്കലും ഒരു സംഘടനയ്ക്ക്, അച്ചടക്കമുള്ള ഒരു സംഘടനയ്ക്ക് അനുവദിക്കാൻ പറ്റുന്നതല്ല. പല ആവർത്തി ആയി കഴിഞ്ഞപ്പോൾ ഷാലുവിനോട് അത് പാടില്ല എന്ന് പറഞ്ഞ് കമ്മിറ്റി താക്കീത് ചെയ്തു. വീണ്ടും ഷാലു കമ്മിറ്റി അംഗമായിരിക്കുന്ന സമയത്ത് വളരെ മോശമായി പൊതു ഗ്രൂപ്പിൽ വന്ന് ഇടപെട്ടു. ഷാലുവിനെ വിളിച്ചു വരുത്തി, കമ്മിറ്റിയിൽ വിളിച്ചു വരുത്തി
ഷാലുവിനെ അന്ന് നടപടിയെടുക്കാൻ പുറത്താക്കാനാണ് അന്ന് തീരുമാനിച്ചത്. പക്ഷേ ഷാലു ഞങ്ങളുടെ കമ്മിറ്റിയിൽ 16 അംഗ കമ്മിറ്റിയുള്ള കമ്മിറ്റിയിൽ വന്ന് ഷാലു പരസ്യമായി മാപ്പ് പറഞ്ഞു. ആ മാപ്പ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഷാലുവിനെ താൽക്കാലികമായി ആ ഭരണസമിതിയിൽ നിന്നും മാറ്റി നിർത്തി. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഷാലു വീണ്ടും പ്രകോപനപരമായ ഒരു വിഷയത്തിൽ, അയാൾ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു അടിസ്ഥാനമില്ല, അത് വേറെ കാര്യം. പുള്ളി സംഘടനയെയും സംഘടനാ നേതൃത്വത്തെയും അതിൽ പുള്ളിക്ക് അനഭിമതരായി തോന്നുന്ന എല്ലാവരെയും പരസ്യമായി വിമർശിക്കുന്നു, പരസ്യമായി സംഘടനയെ വെല്ലുവിളിക്കുന്നു. ആളുകളിൽ അംഗങ്ങളുടെ ഇടയിൽ യാതൊരു തരത്തിലും വിശ്വാസികമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അംഗങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഇതെല്ലാം ആയി കഴിഞ്ഞപ്പോൾ വീണ്ടും അങ്ങേർക്കൊരു ഷോക്കോസ് നോട്ടീസ് കൊടുത്തു. 27/10/2024 അദ്ദേഹത്തിന് ഒരു ഷോക്കോസ് നോട്ടീസ് കൊടുക്കുന്നത്. അതിന് മറുപടി തന്നിട്ടില്ല. 7/10/2024 വളരെ വിശദമായ ഒരു ഷോക്കോസ് നോട്ടീസ് അദ്ദേഹം പറഞ്ഞ വാക്കുകളെല്ലാം കമ്മിറ്റി ഡേറ്റ് എല്ലാം വെച്ചിട്ടാണ് കൊടുത്തത്. മറുപടി തന്നില്ല. 10/12/2024 അദ്ദേഹത്തിന് 1 വർഷത്തേക്ക് ഐകകണ്ഠേന കൂടിയ കമ്മിറ്റി തീരുമാനിച്ച് സസ്പെൻഡ് ചെയ്ത് സസ്പെൻഷൻ ഓർഡർ അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുന്നു. അയച്ചു കൊടുത്ത് തുടർന്നാണ് പുള്ളി ഈ സസ്പെൻഷൻ ഓർഡർ കിട്ടിയത് കൂടിയാണ്. അത് കഴിഞ്ഞ് 1-2 ആഴ്ച പുള്ളി മൗനമായിരുന്നു, വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. സംഘടനാപരമായ ഒരു നടപടിക്ക് വിധേയനാകേണ്ട ആൾ മറുപടി പോലും തന്നില്ല എന്നുള്ള വസ്തുത മനസ്സിലാക്കണം. അതിനുശേഷമാണ് അദ്ദേഹം ഈ ദൃശ്യമാധ്യമങ്ങളിൽ കൂടി വന്ന് ഈ സസ്പെൻഷനുണ്ടായ കാര്യങ്ങളെ, അതിൻ്റെ കാര്യങ്ങളെല്ലാം തെറ്റായി പറഞ്ഞ്, അതൊന്നും വസ്തുതയല്ല പറഞ്ഞ കാര്യങ്ങളൊന്നും. അതിൽ ഞങ്ങൾക്ക് ആകെ തോന്നിയൊരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഫെഫ്കയുടെ കീഴിൽ 21 ട്രേഡ് യൂണിയനുകളുണ്ട്. ഈ 21 ട്രേഡ് യൂണിയനുകൾക്കും 21 ഭരണ സംവിധാനങ്ങളുണ്ട്. ഈ 21 സംവിധാനങ്ങൾക്കും അവരുടേതായ ബാങ്ക് അക്കൗണ്ടുകളുണ്ട്, ഓഡിറ്റിംഗ് ഉണ്ട്, പൊതുയോഗങ്ങളുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം സെപ്പറേറ്റ് ആണ്. ഫെഫ്ക എന്ന് പറയുന്നത് ഞങ്ങളെ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഞങ്ങളുടെ ഫെഡറേഷനാണ്. അപ്പം ഞങ്ങൾ ചെയ്ത ഒരു കാര്യത്തിന്, ഞങ്ങളുടെ ഉത്തമ ബോധ്യത്തിൽ ഞങ്ങളുടെ ഭരണസമിതി എടുത്ത ഒരു തീരുമാനത്തിന് പുള്ളിയുടെ ആദ്യത്തെ വീഡിയോ എന്താണെന്നറിയോ? ബി ഉണ്ണികൃഷ്ണൻ എന്നെ വിളിച്ചു, അങ്ങനെ തുടങ്ങുന്ന ഫസ്റ്റ് ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പുള്ളി ഇടുന്നതാണ്. എന്നെ വിളിച്ചു, നിന്നെ പടം ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അടുത്ത ഡയലോഗ് അതാണ്. അവിടെയാണ് നിങ്ങൾ അടിവരയിട്ട് കേൾക്കേണ്ടത്. ഇയാൾക്ക് ഇത്രയും വലിയ പണി കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്നൊരു ചിരി. അതിൻ്റെ കാരണം എന്നാണെന്ന് പിന്നീട് തപ്പിയപ്പോഴാണ് മനസ്സിലായത്. അന്ന് രാവിലെ ഒരു പ്രൊഡ്യൂസർ ബി ഉണ്ണികൃഷ്ണൻ സാറിനെതിരെ വലിയ ആരോപണം ഉന്നയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പണി കിട്ടിയ കാര്യമാണ് ഇദ്ദേഹം പറയണത്. അപ്പോൾ ഇത് പരസ്പരം കണക്റ്റഡ് ആണെന്ന് ഞങ്ങൾക്കൊരു തോന്നലുണ്ടായി. അപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ സാറിനെ ഞങ്ങൾ സസ്പെൻഡ് ചെയ്ത ഷാലു പേയാട് ബി ഉണ്ണികൃഷ്ണൻ സാറിനെ ടാർഗറ്റ് ചെയ്തത് എന്തിനാണ് എന്ന് ഏകദേശം ഒരു രൂപം അപ്പം കിട്ടി. നമ്മളപ്പോഴും പ്രതികരിക്കാൻ പോയില്ല. കാരണം ഷാലു പേയാട് എന്ന് പറയുന്ന അദ്ദേഹം എല്ലാവർക്കും ഞാൻ പറയും, അദ്ദേഹത്തെ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഞങ്ങളുടെ ഫോട്ടോഗ്രാഫേഴ്സായിട്ടുള്ള മുഴുവൻ ആളുകൾക്ക് നന്നായി അറിയാം. അദ്ദേഹത്തെ ഞങ്ങളുടെ ആളുകൾ തന്നെ ഈ നമ്മൾ വാപോയ കോടാലി എന്നൊക്കെ പറയുന്ന പോലെ എന്തും പറയാൻ നാക്കിന് ഒരു ഉളുപ്പുമില്ലാത്ത അങ്ങനത്തെ ആളാണ് പുള്ളി പറയുന്നത്, അതിന് മടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളതിനെ മൈൻഡ് ചെയ്തില്ല ആദ്യം. പക്ഷേ ഞങ്ങൾക്കൊരു പ്രയാസം ഉണ്ടായി. കാരണം ഞങ്ങൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും ഞങ്ങളാക്കുകയും ചെയ്ത, അല്ലെങ്കിൽ ഈ തൊഴിലാളികളെ നയിക്കുകയും ചെയ്യുന്ന ബി ഉണ്ണികൃഷ്ണൻ സാറിനെ വളരെ മോശമായി ചിത്രീകരിച്ചത് ഞങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കിയ കാര്യമാണ്. അപ്പം അന്നേരമാണ്, അതിനുശേഷമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇദ്ദേഹം ഒരു പടത്തിൽ പോയി ജോയിൻ ചെയ്യുന്നു. മെമ്പർ അല്ലാത്തതിൻ്റെ പേരിൽ അദ്ദേഹം ആ പടത്തിൽ നിന്നും മാറേണ്ടി വരുന്നു. അവിടെയും പുള്ളി അല്ല വർക്ക് ചെയ്യണം, പുള്ളി വേറൊരാളെ കൊണ്ടുവച്ചിട്ട് പുള്ളി സോഷ്യൽ മീഡിയയിൽ കൂടെ പ്രചരിപ്പിക്കുകയാണ് ചെയ്തത് ഈ കാര്യങ്ങളെല്ലാം. അപ്പോൾ ഉണ്ണി സാറ് അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല, അദ്ദേഹമാണ് ഉണ്ണി സാറിനെ വിളിച്ചതെന്ന് പിന്നീടാണ് ഞങ്ങൾ അറിയുന്നത്. ഉണ്ണി സാറിനെ വിളിച്ചിട്ട് അദ്ദേഹം വിളിച്ചു കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ഉണ്ണി സാർ എന്നെ വിളിക്കുകയാണ്. എന്നെ ഷാലു പേയാട് വിളിച്ചിരുന്നു, നിങ്ങൾ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നതാണല്ലോ പറഞ്ഞത്, അയാളെ ഒന്ന് കേൾക്കേണ്ടതുണ്ട്, നിങ്ങൾ അയാളെ സസ്പെൻഡ് ചെയ്യാനുണ്ടായ കാരണങ്ങൾ വിശദമാക്കുന്ന രേഖകളുമായിട്ട് അടുത്ത ദിവസം ഞാൻ വിളിപ്പിക്കാം, നിങ്ങളൊന്ന് വരണട്ടോ എന്ന് പറഞ്ഞു. ശരി സാർ വന്നേക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇദ്ദേഹം ഈ പണി നിൽക്കുന്നില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യവും ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശവും സസ്പെൻഷനൊന്നും അല്ലല്ലോ. അയാൾ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു അടിസ്ഥാനമില്ലല്ലോ. ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള സസ്പെൻഷൻ നടപടികളുമായി ബന്ധപ്പെട്ട് ഇയാൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അവാസ്തവങ്ങളാണ്. ഡേറ്റ് പോലും പൊരുത്തപ്പെടില്ല. ഇയാൾ പറയുന്നു 10 ലക്ഷം രൂപ ഞങ്ങളുടെ സംഘടന ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞപ്പോൾ എടുത്തങ്ങ് എറിഞ്ഞു എന്നാണ് പറഞ്ഞത്. എന്താണ് സത്യം? അദ്ദേഹം പറയുന്നു, മറ്റൊരു കാര്യം പറയുന്നു, ഞങ്ങളൊരു 200 അംഗങ്ങളുണ്ട്, 2 കോടി രൂപ പിരിച്ചെടുത്ത് ഉണ്ണികൃഷ്ണന് കൊടുത്തു, അത് പുട്ടടിക്കാൻ കൊടുത്തു എന്ന്. ഇതാണ് അദ്ദേഹത്തിൻ്റെ വാചകം. ആലോചിച്ച് നോക്കണം.
ഞങ്ങളുടെ സംഘടനയിലാകെ 200 പേരാണ് ആക്റ്റീവ് മെമ്പേഴ്സ്. ഈ സംഘടന തുടങ്ങുന്ന കാലത്ത് അതിലൊരു അംഗത്തിൻ്റെ പൈസ 1000 രൂപയാണ്. അത് 5000, 10000 ഗ്രാജുവലി കൂടിയാണ് ഈ വെൽഫെയർ ഫണ്ടിലേക്കാണ് ഈ പൈസ വാങ്ങുന്നത്. ഇത് 1 ലക്ഷം രൂപ ഇപ്പോഴാക്കിയിട്ടുണ്ട്. ഈ 1 ലക്ഷം രൂപ മെമ്പർഷിപ്പിൽ നിൽക്കുന്നത് വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. അപ്പം എന്തിനാണ് ഈ പണം നമ്മൾ സമാഹരിക്കുന്നതെന്ന് ചോദിച്ചാൽ, കേരളത്തിലല്ല ഇന്ത്യയിലെ തന്നെ സിനിമാ സംഘടനകളിൽ ഏറ്റവും ആദ്യം പെൻഷൻ കൊടുത്തു തുടങ്ങി ഞങ്ങളുടെ സംഘടന. ഞങ്ങളുടെ അംഗങ്ങൾക്ക് ഞങ്ങൾ പെൻഷൻ കൊടുക്കുന്നുണ്ട്. 60 വയസ്സ് കഴിഞ്ഞാൽ പെൻഷൻ കൊടുക്കും. 60 വയസ്സ് കഴിഞ്ഞാൽ അവർ മറ്റ് യാതൊരു തരത്തിലുമുള്ള പേയ്മെൻറ്റും യൂണിയനിലേക്ക് അടയ്ക്കണ്ട. എന്തുകൊണ്ടാണ് ലീവ് ഉപേക്ഷിക്കുന്നത്? ഒന്നിലധികം പേർ ഒരേ തരത്തിൽ ആരോപണിക്കുന്ന ആവശ്യം. അതെ, അത് വളരെ വ്യക്തമാണ്. ഇത് പറഞ്ഞു വന്നത് തുടർച്ചയായിട്ട് തന്നെയാണത്. അതെ, അറിയാത്തതുകൊണ്ട് ഇത് പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു നീക്കം നടക്കുന്നുണ്ട്. ഉണ്ണികൃഷ്ണനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്, അത് ഉണ്ണികൃഷ്ണനെ മാത്രമല്ല, ഉണ്ണികൃഷ്ണനോട് ഫെഫ്കെ എന്ന സംഘടനയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അതിൻ്റെ പുറകിൽ ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ്. ഉണ്ണികൃഷ്ണനെതിരെ ഉണ്ടായ കേസും കാര്യങ്ങളൊക്കെ അദ്ദേഹം തന്നെ നേരിടട്ടെ. അത് FIRും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ്, അത് അദ്ദേഹം നേരിടും. പക്ഷേ സംഘടന എന്ന നിലയിൽ ഈ ആരോപണം ഉന്നയിച്ച കേസ് കൊടുത്ത വ്യക്തി ഞങ്ങളുടെ സംഘടനയുടെ അംഗമല്ല. അവർക്കുണ്ടാകുന്ന പരാതികൾ അവർ നിർമ്മാതാക്കളുടെ സംഘടനയാണ് കൊടുക്കേണ്ടത്. പക്ഷേ അവർ അതിന് പകരം എല്ലാ ആരോപണങ്ങളും ഉണ്ണികൃഷ്ണൻ്റെ മേലേക്കാണ് വയ്ക്കുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ അവരുടെ ഒരു വിഷയങ്ങളിലും ഇടപെടുകയോ അവരുടെ നിർമ്മാതാക്കളുടെ സംഘടനയിൽ നടക്കുന്ന ചർച്ചകളിലൊന്നും ഇടപെട്ടിട്ടുള്ള ആളല്ല. അവരുടെ നിരവധിയായ പരാതികൾ ഞങ്ങളുടെ സംഘടനകളുമായിട്ട് അവർക്കുണ്ടായിരുന്ന തർക്കങ്ങളോ അല്ലെങ്കിൽ പരാതികളോ വലിയ രീതിയിലുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെയും അവരുമായിട്ട് നടത്തി പരിഹാരം കണ്ടത് ഉണ്ണികൃഷ്ണനാണ്, ഫെഫ്കയുടെ നേതൃത്വമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. ഇപ്പോൾ അവരോട് നമ്മൾ ഒരു ഘട്ടത്തിലും അവരോട് നിസ്സഹകരണം പ്രഖ്യാപിച്ചിട്ടില്ല. മറിച്ച് അവർക്ക് നഷ്ടപരിഹാരം വാങ്ങിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. പല കേസുകളിലും അവർക്ക് നഷ്ടപരിഹാരം ഡിമാൻഡ് ചെയ്തുകൊണ്ട് വന്ന പല ഘട്ടങ്ങളും അതിൻ്റെ ന്യായാന്യായങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് മേടിച്ചു കൊടുക്കുന്ന രീതി തന്നെയാണ് തുടർന്നു വന്നത്. ഈ ജൂതൻ എന്ന സിനിമയുമായിട്ട് ബന്ധപ്പെട്ടൊരു മീറ്റിങ്ങിനെ കുറിച്ച് അവർ പലർക്കും പറയുന്നുണ്ട്. ജൂതൻ ഭദ്രൻ എന്ന ഡയറക്ടർ ചെയ്യേണ്ട സിനിമയാണ്. അതിൻ്റെ നിർമ്മാതാവ് ഇവരല്ല. എന്നിട്ട് പോലും അവരാവശ്യപ്പെടുന്നത് 1 കോടി രൂപ നഷ്ടപരിഹാരമാണ് ആ സിനിമ നടക്കാതെ പോയതിന് കാരണം. അതിൻ്റെ നിർമ്മാതാവല്ലെങ്കിൽ പോലും അതിൻ്റെ നിർമ്മാതാവായ വ്യക്തി ഇനിയും ആ സിനിമ ചെയ്യുകയാണെങ്കിൽ സംവിധായകൻ ഭദ്രൻ 15 ലക്ഷം രൂപ അവർക്ക് നഷ്ടപരിഹാരമായിട്ട് കൊടുക്കണമെന്നുള്ളൊരു ധാരണ ആയി കഴിഞ്ഞിട്ടാണ് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടത്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ജൂഡ് ആൻ്റണിക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. മിഥുൻ മാനുവൽ തോമസ് ഉണ്ട്. അവരുമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടായിരുന്നു. അത് ഏതായിരുന്നു സിനിമ? ഓം ശാന്തി ഓശാന എന്ന് പറയുന്ന സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ഒരു തർക്കത്തിൽ അവർ നിർമ്മാതാവെന്ന നിലയിൽ അവർ പിന്മാറേണ്ട സാഹചര്യം ഉണ്ടാകുകയും ഇവരതിന് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരികയും ചെയ്തപ്പോൾ ഞാനും പങ്കെടുത്തൊരു മീറ്റിങ്ങിൽ ആ ധാരണയാകുകയും മിഥുൻ മാനുവൽ തോമസിൻ്റെ 7 ലക്ഷം രൂപയാണ് അവർ തിരികെ വാങ്ങിയത്. എന്നിട്ട് ആ ചെയ്ത പടത്തിന് ഓം ശാന്തി ഓശാനയ്ക്ക് ഒരു പ്രതിഫലവും വാങ്ങാതെ അദ്ദേഹം മറ്റ് പുതിയ പ്രൊഡ്യൂസർക്ക് വേണ്ടി ആ സിനിമ ചെയ്തു. അതുതന്നെയാണ് ജൂഡ് ആൻ്റണിക്കും ഉണ്ടായ അനുഭവം. അദ്ദേഹത്തിന് ഇന്ന് എത്തേണ്ടതായിരുന്നു. അദ്ദേഹത്തിന് വ്യക്തിപരമായ തലങ്ങൾ എത്താൻ കഴിഞ്ഞില്ല. ജൂഡിൻ്റെ കയ്യിൽ നിന്നും 7 ലക്ഷം രൂപ തിരിച്ചു വാങ്ങിക്കൊടുത്തു. അതുകൊണ്ട് തന്നെ മിഥു മാനുവൽ തോമസ് പിന്നീട് അവർക്ക് വേണ്ടി ഒരു സിനിമ ചെയ്തു കൊടുത്തു. ആട് എന്ന സിനിമ അവർക്ക് വേണ്ടിയിട്ട് അവർ നിർമ്മിച്ച സിനിമ അതിന് പരിഹാരമായിട്ട് ചെയ്തു കൊടുത്തയാളാണ് മിഥുനിൽ നിന്നും അവരത് കൂടാതെ ഒരു മാപ്പപേക്ഷ ആവശ്യപ്പെട്ടു. അതും നമ്മൾ വാങ്ങിക്കൊടുത്തു. മിഥുനെ കൊണ്ട് ആദ്യമായിട്ട് സിനിമ ചെയ്യാൻ വന്ന ഒരാളെ കൊണ്ട് അയാളിൽ നിന്നും മാപ്പപേക്ഷ വാങ്ങിയ ശേഷമാണ് ആ സിനിമ ചെയ്ത് കൊടുത്തത്. പിന്നെയുള്ളത് ഇത്രയും പരാതികൾ ഫെഫ്കയ്ക്കെതിരെയും ഫെഫ്കയിലേക്കും കൊണ്ടുവരുന്ന സാന്ദ്ര ഇതുവരെയും ഒരു പരാതി പോലും പ്രൊഡ്യൂസർ അസോസിയേഷൻ കൊടുത്തിട്ടില്ല. ഇടയ്ക്കാട് ബറ്റാലിയൻ എന്ന സിനിമയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഒരു തർക്ക പരിഹാരത്തിലും ജനറൽ സെക്രട്ടറി
അതിലിടപെടുകയും അതും പരിഹരിച്ചു കൊടുക്കുകയും വേണം. ഇങ്ങനെ നിരവധിയായ സിനിമകളുണ്ട്. പത്താം വിളവ് എന്ന സിനിമയുണ്ട്. പത്താം വിളവ് എന്ന സിനിമയുടെ സംവിധായകനായ പത്മകുമാറിൽ നിന്നും അവർ 25 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരമായിട്ട് ആവശ്യപ്പെട്ടത്. അതിൻ്റെ അതെ, അതിലേക്കാണ് വരുന്നത്. ഏറ്റവും ഒടുവിലായിട്ട് അവരുടെ ലിറ്റിൽ ഹാർട്ട്സ് എന്ന സിനിമയുടെ കാര്യത്തിലും ഇത്തരത്തിലുള്ള പരാതികളും കാര്യങ്ങളും വരെയും അതിലേക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ സാന്ദ്ര തോമസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും അവർക്ക് അനുകൂലമായ പരിഹാരം കണ്ടെത്തിക്കൊടുത്ത ഒരു വ്യക്തിയാണ് ബി ഉണ്ണികൃഷ്ണനും ഒക്കെ എന്ന സംഘടനയും. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതിനകത്തൊരു ഒരു കോൺസ്പിറസി ഇതിനകത്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നൊരു കാര്യം. നേരത്തെ ഷാലു പേയാട് പറഞ്ഞപ്പോഴും ഷാലു പേയാടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും ബെന്നി സൂചിപ്പിച്ച പ്രൊഡ്യൂസറും ഈ വിധത്തിൽ ബന്ധപ്പെടുന്നതാണ്. ഈ 3 പെൺകുട്ടികൾ കഴിഞ്ഞ ദിവസം അവിടെ ഇരിക്കുമ്പോൾ ഇന്നലെ രാത്രി ഇത് അറിഞ്ഞപ്പോൾ നമ്മളുടെ സംഘടനയുടെ വർക്കിംഗ് സെക്രട്ടറി സോഹൻ ഉൾപ്പെടെയുള്ളവർ, ട്രഷറർ ഉൾപ്പെടെയുള്ളവർ അവിടെ രാത്രിയിൽ അധികം ആൾ സഞ്ചാരമില്ലാത്തൊരു വഴിയാണ്, നിങ്ങൾക്കറിയാം. അവിടെ അവർക്കൊരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇവർ 3-4 പേർ ആ പരിസരത്ത് നിന്നിരുന്നു. അവിടേക്ക് 2 WCCയുടെ അംഗങ്ങളാണ് വന്നത്. ഒന്ന് ഒരു പ്രമുഖ നടിയും ഒന്ന് ആ സംഘടനയുടെ അംഗമായ ഇവിടുത്തെ ഈ നഗരത്തിലെ തന്നെ ഒരു പ്രമുഖ കോളേജിലെ ഡീനായ ഒരു വ്യക്തിയും കൂടെ ആ രാത്രിയിൽ അവിടെ വന്നിട്ട് അപ്പോൾ ഈ 3 പെൺകുട്ടികൾ രാത്രിയിൽ അവിടെ ഇരിക്കുന്നത് സുരക്ഷിതമല്ല, നിങ്ങൾ രാത്രിയിൽ വീട്ടിൽ പോകും, നാളെ വന്ന് വീണ്ടും നിങ്ങൾ ഇരുന്നോളൂ, അതിനുശേഷം നാളെ പ്രശ്നം പരിഹരിക്കുന്ന ചർച്ചയുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവരെ അവിടെ നിന്ന് പോകാൻ സമ്മതിക്കാതെ അവരെ നിർബന്ധിച്ച് ആ ഇരുട്ടിൽ ആ കൊതുകുകളി കൊണ്ട് അവിടെ ഇരുത്താനുള്ള നിർബന്ധം ഈ വന്ന 2 പേർക്കായിരുന്നു. അവിടെ അവരെ സേഫായിട്ട് നമ്മുടെ ഓഫീസിൽ തന്നെ കയറ്റി അവരെ സേഫായിട്ട് അടച്ച് അവിടെ അവർക്ക് സുരക്ഷ ഉറപ്പാക്കിയത് നമ്മൾ തന്നെയാണ്. അപ്പോൾ ഈ ആൾക്കാരുടെയൊക്കെ അവിടുത്തെ ഒരു സാന്നിധ്യം ഈ വിഷയത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നവരെല്ലാം WCCയുടെ അംഗങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിൽ വലിയൊരു കോൺസ്പിറസി ഫെഫ്കയ്ക്കെതിരായിട്ട്, ഫെഫ്കയുടെ നേതൃത്വത്തിനെതിരായിട്ട്, പ്രത്യേകിച്ച് ബി ഉണ്ണികൃഷ്ണനായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായ സൂചനകളാണ് ഇതുപോലത്. അപ്പോൾ ഈ ഒരു കോൺസ്പിറസിയുടെ ഒരു വളരെ വ്യക്തമായ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ എന്താണ് ഇതിൻ്റെ പുറകിൽ ഈ കേസിനും മറ്റു കാര്യങ്ങൾക്കും കൂടെ പ്രേരകമായ കാര്യം എന്താണെന്നുള്ളത് വ്യക്തമാണ്. ഇത് തന്നെയാണ് ഈ വിഷയങ്ങളിലെല്ലാം അവർ കമൻ്റ് ഇടുകയും പോസ്റ്റ് ഇടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ ഇവരുടെ അംഗങ്ങൾ തന്നെയാണ്. സമൂഹത്തിൽ ഒരു സ്ത്രീക്കെതിരെ ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ ആ ആരോപണം പോലീസ് കേസ് എടുക്കുന്നത് സ്വാഭാവികമാണ്. അപ്പൊ സംഘടനയിൽ പരാതി നൽകിയില്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അതിന് സംഘടനയിൽ പരാതി സംഘടനയിൽ പരാതി നൽകില്ല എന്ന് സാധന ആവർത്തിച്ചു പറയുന്നു. അല്ല, അത് അവരുടെ സംഘടനയിൽ പരാതി നൽകില്ലെന്ന്. സമൂഹത്തിൽ പോലീസ് സ്റ്റേഷനിലല്ലേ പരാതി കൊടുക്കുന്നത്? ഈ രാജ്യത്ത് ഒരു നീതിന്യായ വ്യവസ്ഥയില്ലേ, ഭരണ സംവിധാനമില്ലേ? നമ്മുടെ മുമ്പിൽ അവർ കൊണ്ടുവന്ന പരാതികൾ നമ്മൾ പരിഹരിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അവർ നമ്മുടെ സംഘടനയിൽ അംഗമല്ലെങ്കിൽ പോലും അവർ നമ്മുടെ സംഘടനയിൽ വരുന്ന പരാതികൾ ഞങ്ങളുടെ അംഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ നമ്മൾ പരിഹാരം നടത്തി കൊടുത്തിട്ടുണ്ട്. അവരെന്തുകൊണ്ട് അവരുടെ സംഘടനയിൽ നിർമ്മാതാക്കളുടെ സംഘടനയിൽ അവർ പരാതി ഉന്നയിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. നമ്മുടെ മുമ്പിൽ താൻ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ താൻ കോർഡിനേറ്റ് ചെയ്യുന്ന സിനിമയുടെ തൊഴിൽ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ ഒരു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ സമീപിക്കുകയും ആ സമയത്ത് ആ ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ച സമയത്ത് അവരോട് വളരെ മോശമായി ബിഹേവ് ചെയ്യുന്നുള്ള പരാതി നിലനിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പരാതി നിലനിൽക്കി അതിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നതാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ പറയുന്നത് പോലെ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുകയും അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പരാതി നൽകാതിരിക്കുകയും ചെയ്തിരുന്നത്. അങ്ങനെയാണ് ഒരു വശം കൂടി അതിനുണ്ട്. പ്രൊഡ്യൂസർ അസോസിയേഷനുമായിട്ടുള്ള ചർച്ചയിൽ അവർ ആരോപിക്കപ്പെടുന്നതിൽ ഉണ്ണികൃഷ്ണൻ പങ്കെടുത്തിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിനുള്ള ഇതിലുള്ള ആരോപണം അടിസ്ഥാനരഹിതമാണ്. അവർ ഉണ്ണികൃഷ്ണനെതിരെ കേസ് കൊടുത്തെങ്കിൽ ഒരു FIR അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായ നടപടികളിലൂടെ പോകേണ്ടതാണ്. അതിനകത്ത് ഇപ്പോൾ ഈ ഒരു അതെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ അവരെ സമീപിക്കാത്തത് എന്തുകൊണ്ട് എന്നാണ് സാർ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. അത് മുൻപ് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ അവിടെ ഉണ്ട്. ഒരു 3 മാസം മുൻപേ ആണെന്ന് തോന്നുന്നു അവരുമായി ബന്ധപ്പെട്ട് അതായത് 4 പ്രൊഡ്യൂസേഴ്സിനെതിരെ പരാതി നൽകുകയും അതിൽ FIR ഇടുകയും അതിൽ അന്വേഷണം വരികയും ചെയ്തതാണ്. ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ വരെ അതുമായി ബന്ധപ്പെട്ടുള്ള പരാതി ഒക്കെ നടന്നിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം ഉണ്ടായ സംഭവമാണ്. അത് അവര് തൊഴിൽ പ്രശ്നങ്ങളാണ്, തന്റെ സെറ്റിലെ തൊഴിൽ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് പറഞ്ഞു വിളിച്ചു ചേർത്ത മീറ്റിംഗിൽ അവരോട് മോശമായി ബിഹേവ് ചെയ്തു, അതായത് ലൈംഗിക അധിക്ഷേപം നടത്തി എന്നുള്ള തരത്തിലുള്ള പരാതിയായിരുന്നു.
അങ്ങനെ ഒരു പരാതി നിൽക്കുമ്പോൾ പ്രൊഡ്യൂസർമാരുടെ സംഘടനയിൽ വെച്ച് നടന്ന സംഭവമായിട്ട്. അതെ. അങ്ങനെ ഒരു പരാതി നിലനിൽക്കുമ്പോൾ ഇത്തരം ഒരു ഇതിൽ അവര് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സമീപിക്കത്തില്ലല്ലോ. അതല്ലേ അല്ല, അത് അവരുടെ വിഷയമല്ലേ. ഞാൻ പറഞ്ഞു വന്നത് ഞങ്ങളുടെ സംഘടനയിലേക്ക് അവർ വന്ന പരാതികൾ, അവർക്ക് ഞങ്ങളുടെ അംഗങ്ങളുമായിട്ടുള്ള പരാതികൾ നമ്മൾ പരിഹാരം കണ്ടെത്തി കൊടുത്തതാണ്. പിന്നെ എന്തിനാണ് പിന്നെയും നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നതാണ്. അവർക്ക് പ്രൊഡ്യൂസർമാരുമായിട്ട് ആ വിഷയം ഉണ്ടെങ്കിൽ അത് അവിടെയല്ല, അവരുമായിട്ടല്ലേ തീർക്കേണ്ടത്. അതിൽ ഞങ്ങളെ എന്തിനാണ്, ഞങ്ങൾക്കെതിരായിട്ട് എന്താണ് ഒരു നിലപാടെടുക്കുന്നത് മനസ്സിലാകുന്നില്ല എന്നാണ് പറഞ്ഞത്. സംഘടനയ്ക്കെതിരെയോ ആ സംഘടനയിലെ മറ്റു ഭാരവാഹികൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നില്ല. ആ സംഘടനയിലെ ജനറൽ സെക്രട്ടറിക്കെതിരെയാണ് ആരോപണം ഉന്നയിക്കുന്നത്. ഒരു വ്യക്തി എന്ന നിലയിലാണ്. ഏത് സംഘടനയുടെ? ഈ ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറിക്കെതിരെ. അതെ, അതിനാണല്ലോ സ്വാഭാവികമായിട്ട് സംഘടന കൂടിയാലോചിക്കുകയും മറ്റു ഭാരവാഹികൾ ഒരുമിച്ചിരിക്കുകയും ബി ഉണ്ണികൃഷ്ണനെതിരെ എന്തെങ്കിലും നടപടി എടുക്കണമെന്ന് ഫെഫ്ക ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഞങ്ങൾ ഉണ്ണികൃഷ്ണനടുത്ത് നമ്മൾ അതിന്റെ വിശദീകരണം ചോദിച്ചു. അദ്ദേഹം അവിടെ പോയിട്ടില്ല. വിശദീകരണം സംഘടനയ്ക്ക് തൃപ്തികരമാണ്. അതെ, തൃപ്തികരമാണ്. കൂടിയാലോചിച്ചിട്ടുണ്ട്. ബി ഉണ്ണികൃഷ്ണനെതിരെ സംഘടനാ തലത്തിലൊരു നടപടിയും ഇല്ല. അതിന്റെ ആവശ്യമില്ല. അദ്ദേഹം അവിടെ ആ മീറ്റിംഗിൽ പോയിട്ടില്ല. ആ മീറ്റിംഗിൽ അവരുമായിട്ടുള്ള ചർച്ചയിൽ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. അത് ഞങ്ങൾക്ക് വ്യക്തമാണ്. ഇത്രയും ആരോപണങ്ങൾ ഉന്നയിക്കുന്ന വനിതാ സിനിമാ പ്രവർത്തകർ അടക്കം ഉന്നയിക്കുന്ന ഈ പ്രവർത്തനങ്ങളിൽ ബി ഉണ്ണികൃഷ്ണന് ഒരു തരത്തിലുമുള്ള പിഴവ് സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് സംഘടന കണക്ക്. തീർച്ചയായിട്ടും. 100%. ഈ ആരോപണങ്ങൾ അപ്പോൾ പൂർണ്ണമായും സംഘടന തള്ളിക്കളയാണ്. ഉണ്ണികൃഷ്ണൻ പരിപൂർണ്ണ പിന്തുണയാണ്. തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഇതെല്ലാം ഓരോ സംഘടനയുടെ ജനറൽ സെക്രട്ടറിമാരാണ്. ഇതിലൊരു പറയുന്ന കാര്യങ്ങളിൽ ഇങ്ങോട്ട് ചോദിച്ചല്ലോ. ഇപ്പൊ ഷിബു സുശീലൻ ഒരു പ്രൊഡ്യൂസറും കൂടെയാണ്, പ്രൊഡക്ഷൻ കൺട്രോളറുമാണ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ വനിതാ സംഘടനകളിലെ വനിതാ ആൾക്കാരോട് സമരം ചെയ്തതിനെ പറ്റിയാണ് കൂടുതലും വിഷയങ്ങൾ വന്നത്. ഈ വനിതാ അംഗങ്ങളെന്ന് പറയുന്നത് നമ്മുടെ മേക്കപ്പ് യൂണിയനിലെ ഹെയർ സ്റ്റൈൽസാണ്. അവിടെ ഇന്നലെ പോയി എന്ന് പറയുന്ന WCC അംഗങ്ങളും ഇന്നലെ ഇത് വാർത്തയാക്കാൻ വിളിച്ചു പറയുന്നതും അതിൽ സമരം ചെയ്ത് ഇരിക്കുന്ന, അല്ലെങ്കിൽ അതിന് മനീഷ എന്ന് പറഞ്ഞ നേരത്തെ മിട്ടു പറഞ്ഞ അല്ലെ, മനീഷേനെ പുറത്താക്കാൻ പറഞ്ഞ അഞ്ജലി മേനോനാണ് ഇന്നലെ ഈ വാർത്ത വിളിച്ചു പറയുന്നത്, ഈ വാർത്ത കൊടുക്കാൻ മാധ്യമങ്ങളെ വിളിച്ചു പറയുന്നത്. അപ്പോ ആ സംവിധായിക തന്നെയാണ് ആ കുട്ടീനെ പുറത്താക്കിയേക്കുന്നത്. അപ്പോൾ WCC അംഗം വർക്ക് ചെയ്യുന്ന സിനിമയിൽ നിന്ന് തന്നെയാണ് ആദ്യം ആരെ പുറത്താക്കിയിരിക്കുന്നത്, ഈ മേക്കപ്പ് ഹെയർ സ്റ്റൈൽസ് യൂണിയനിലെ മെമ്പർ പുറത്താക്കിയത്. എന്നിട്ട് അവർക്ക് യഥാർത്ഥ ജോലി നിഷേധിച്ചിരിക്കുന്ന അവരാണ്. അങ്ങനെയല്ല, ഇന്നലെ അതേ സ്ഥലത്ത് വന്നതും WCC അംഗങ്ങൾ തന്നെയാണ്. ഇന്നിപ്പോൾ നടി രേവതിയുടെ ഇന്നലെ രാത്രി എല്ലാ കാലത്തും ഒരു പൊതു സമീപനമൊക്കെ സ്വീകരിച്ചത് ഇവിടെ മാത്രമല്ല സ്വീകരിച്ചത്. ആയിക്കോട്ടെ. അപ്പൊ അതുകൊണ്ട് മാത്രം അവിടെ ഗൂഢാലോചന പറയാൻ പറ്റും. അങ്ങനെയല്ല, നമ്മൾ പറയുന്നത് ഇത് ഫെഫ്കയെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഫെഫ്കയെ എങ്ങനെ ഇപ്പൊ നമ്മൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ കേസ് കൊടുക്കുന്നു, അവിടെ ഇഷ്യൂസ് വരുന്നു, അമ്മയിലെ ഇഷ്യൂസ് വരുന്നു. അപ്പം ആകെയുള്ളൊരു സംഘടന എന്ന് പറയുന്ന സിനിമയിൽ ഇപ്പൊ വളരെ സജീവമായി നിൽക്കുന്നത് തൊഴിലാളികൾക്ക് ഇത്രയും കരുത്തുറ്റൊരു സംഘടന എന്ന് പറഞ്ഞാൽ ബി ഉണ്ണികൃഷ്ണൻ നേതൃത്വത്തിലുള്ള സംഘടന തന്നെയാണ്. അപ്പൊ ബി ഉണ്ണികൃഷ്ണനെ ടാർഗറ്റ് ചെയ്യുക, അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പുറത്താക്കുക, ഈ സംഘടനയെ പൊളിക്കുക, ഇത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. ഇതിന്റെ പുറത്തുള്ള ലക്ഷ്യം അത് തന്നെയാണ്, അതിനൊരു മാറ്റവും ഇല്ല. അപ്പൊ അങ്ങനെ ഒരു ഇത്രയും ഈ പറയുന്ന 8000-ഓളം തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നിടത്ത് വേറെ എങ്ങും ഒരു പ്രശ്നം കാണുന്നില്ല. വേറൊരു പ്രശ്നം, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ വേതനത്തിനുള്ള തർക്കമാണ്. ഈ വേതന തർക്കങ്ങൾ വരുന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഫെഫ്കയിൽ പരാതി വരികയും അത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായിട്ട് ചർച്ച ചെയ്യുകയും വേതനം വാങ്ങിക്കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ഫെഫ്കയുടെ ചുമതലയുള്ളൂ. അതിലാണ് നമ്മൾ ഫെഫ്ക ഇടപെടുന്നത്. അത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഇങ്ങനൊരു വേതനം കിട്ടിയില്ലെങ്കിൽ അവരോട് ചർച്ച ചെയ്ത് പരിഹരിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ വേറൊരു വിഷയങ്ങൾ ജോലി നിഷേധിക്കുന്ന, പിന്നെ ഒരു ഡയറക്ടർക്ക് ഒരു ആർട്ടിസ്റ്റിനെ വെക്കാം, ഒരു മേക്കപ്പ് ആൾക്കാരെ വെക്കാം, അതിന്റെ പ്രൊഡ്യൂസർക്ക് വെക്കാം. അവർ പറയുന്ന ആൾക്കാരെയാണ് വെക്കുന്നത്. അതിന് ബി ഉണ്ണികൃഷ്ണൻ പറയുന്ന ആൾക്കാരെ അല്ല വെക്കുന്നത്. ഇവിടെ 100-200 പടം കഴിഞ്ഞ വർഷം നടന്നു. 200 പടത്തിന്റെ ലൊക്കേഷനിലും ബി ഉണ്ണികൃഷ്ണനാണ് ആൾക്കാരെ വെക്കുന്നത്. ആരാ ഈ പറയുന്ന മണ്ടത്തരങ്ങൾ? ബി ഉണ്ണികൃഷ്ണൻ. നമ്മൾ ഓരോ പടത്തിനും അതാതായ മേക്കപ്പ് മാൻമാരെ വെക്കും. അപ്പൊ അതാതായ ഹെയർ സ്റ്റൈൽസിനെ വേണം എന്ന് തീരുമാനിക്കുന്നത് ഡയറക്ടേഴ്സ് ഉൾപ്പെടെ തീരുമാനിച്ചിട്ടാണ് വെക്കുന്നത്. ഇപ്പോ ലിജോ പെല്ലിശ്ശേരി ചെയ്യുന്ന ഒരു പടം, അതിനകത്തൊരു മേക്കപ്പ് മാനെ വെച്ചാൽ അതിന്റെ ഹെയർ സ്റ്റൈൽസ്, ആ പടത്തിന് വേണ്ട ഹെയർ സ്റ്റൈൽ ആരെ കൊണ്ട് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള ആൾക്കാരെയാണ് വെക്കുന്നത്. അല്ലെങ്കിൽ അതിന്റെ ആർട്ട് ഡയറക്ടർ ആരെ വെക്കണം, അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ആരെ വെക്കണം, ഇതെല്ലാം തീരുമാനിക്കുന്നത് ആ പ്രൊഡ്യൂസർ ഉൾപ്പെടെ ഡയറക്ടർ ഉൾപ്പെടെ അംഗങ്ങളാണ്. ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളറാണ്.
അപ്പോൾ ഞാൻ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയന്റെ ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ നമുക്കറിയാം, നമുക്കിപ്പോൾ ഒരു പടം നടക്കുമ്പോഴത്തേക്ക് ആ ലൊക്കേഷനിൽ ഏത് യൂണിറ്റ് വേണം, ഏത് ക്യാമറമാനെ വെക്കണം, ഇതെല്ലാം ചർച്ച ചെയ്യുന്നത് പ്രീ പ്രൊഡക്ഷൻ സമയത്താണ്, അല്ലാതെ ലൊക്കേഷനിലല്ല ഇതൊന്നും ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ വളരെ വ്യക്തമായി ഇതിന് ധാരണകളുണ്ട്. അല്ലാണ്ട് നമ്മളൊരു ഈ അടച്ച ആക്ഷേപിക്കുന്ന പോലെ ബി ഉണ്ണികൃഷ്ണന്റെ പേര് ടാർഗറ്റ് ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് പ്രവർത്തനം തന്നെയാണ്. അതിന് ഒരു മാറ്റവും ഇല്ല. അതാണ് നമുക്ക് മനസ്സിലാകാത്തത്. വിഷയങ്ങളെല്ലാം തന്നെ ഈ വിഷയം മാത്രമല്ല, അതെ സ്ത്രീപക്ഷമായിട്ട് എല്ലാ വിഷയങ്ങളും അതെ അതെ അവിടെ പിന്നെ ഇത് പ്രത്യേക ഒരു കേസായിട്ട് അല്ല, അത് തന്നെയല്ലേ പറഞ്ഞത്. കാരണം ഈ സംഘടനയിൽ ഇത് എന്ന് മുതലാണ് തുടങ്ങിയത്? WCCയും ഫെഫ്കയും മറ്റുള്ള ഇഷ്യൂസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറെ കാലങ്ങളിലുള്ള പ്രശ്നങ്ങളാണ്. അപ്പൊ ഇതിലെന്താ സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇവിടെ ഈ സംഘടന വളരെ നന്നായിട്ട് പോകുന്നു, ഈ സംഘടനയും കൂടി എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിലൊന്ന് താഴ്ത്തുക, അത് മാത്രമേ ഉള്ളൂ ഇതിന്റെ ലക്ഷ്യം, അല്ലാതെ വേറെ ഒരു ലക്ഷ്യമില്ല. ഈ WCC അംഗങ്ങൾ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ, ആർക്കാണ് ഇവര് ഈ പറയുന്ന ഹെയർ സ്റ്റൈൽസ് ഇന്നലെ ഇവിടെ സമരം ചെയ്ത, അല്ലെങ്കിൽ ആ മേക്കപ്പ് യൂണിയന്റെ മുമ്പിൽ സമരം ചെയ്തവർക്ക് എന്തുകൊണ്ട് ഇത്രയും നാളായിട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്ത പടത്തങ്ങളിൽ ഹെയർ സ്റ്റൈൽസിന് ജോലി കൊടുത്തില്ല? അവരങ്ങനെ പറയുമ്പോൾ എന്താ കൊടുക്കാതിരിക്കുന്നത്? ഈ പറയുന്ന അവിടെ വന്ന ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ടല്ലോ, അവരെ പേഴ്സണൽ ഹെയർ സ്റ്റൈൽ ആയിട്ടാണ് എന്താ കൊണ്ടുപോകുന്നില്ല? അപ്പൊ ഇതെല്ലാം അവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെല്ലാം ഒരു ധാരണയുണ്ട്. അപ്പൊ ഇത് അടച്ചാക്ഷേപിക്കുന്നത് ഈ സംഘടനയെ തകർക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പൊ അതിന് ബി ഉണ്ണികൃഷ്ണന്റെ പേര് പറയുന്നു എന്നല്ലാണ്ട് അതാണ് പൊതുസമൂഹം. കാരണം പുള്ളിയുടെ പേര് പറഞ്ഞാലല്ലേ അറിയുള്ളൂ, അല്ല മറ്റുള്ളവരുടെ ആ പേര് പറഞ്ഞാൽ ആരാ അറിയുന്നത്? മനസ്സിലാവാത്തതാണ്. 8000-ൽ പരം അംഗങ്ങളുള്ള ഈ വ്യവസായത്തെ മുഴുവൻ താങ്ങി നിർത്തുന്ന ഫെഫ്ക പോലുള്ള ഈ സംവിധാനത്തെ ബി ഉണ്ണികൃഷ്ണൻ മാത്രമല്ലല്ലോ, ബാക്കി പ്രസിഡന്റ് ഉണ്ട്, ജോയിന്റ് സെക്രട്ടറി ഉണ്ട്, ബാക്കി അതിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറിമാരുണ്ട്. അവരെ ആരും ടാർഗറ്റ് ചെയ്ത് ഇത് തകർക്കാൻ ഇത് നയിക്കുന്ന ഒരാളാരാ? ഇപ്പൊ ഞാൻ ഇവിടെ മുഖ്യമന്ത്രിക്കെതിരെ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ട്, അതേപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത് ആരാ? ഇവിടെ പറയുന്നത് ഇവിടെ നയിക്കുന്ന ആരാണ്? അത് ജനറൽ സെക്രട്ടറിയാണ് നയിക്കുന്നത്. ഇപ്പൊ എന്റെ യൂണിയന്റെ കാര്യം നോക്കുമ്പോൾ ഞാൻ എന്റെ യൂണിയന്റെ ജനറൽ സെക്രട്ടറിയാണ്. അപ്പൊ ഞാനാണ് ആ യൂണിയന്റെ കാര്യം പറയുന്നത്. പൊതുവായിട്ട് വരുമ്പോഴത്തേക്ക് ഫെഫ്കയുടെ മൊത്തം 22 യൂണിയൻ ഉണ്ട്. 22 യൂണിയന്റെ മൊത്തത്തിൽ കാര്യം വരുമ്പോഴത്തേക്ക് ഇത് നയിക്കുന്നത് ആരാ? പുള്ളിയാണ് നയിക്കുന്നത്. അങ്ങനെ ഓരോ യൂണിയന്റെ തനിയെ കാര്യങ്ങൾ നമ്മൾ ഓരോ കാര്യത്തിൽ തനിയെ യൂണിയനിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക. ഓരോ യൂണിയന്റെ അകത്ത് ഇപ്പൊ ഡയറക്ടേഴ്സ് യൂണിയനിൽ ഒരു പരാതി വന്നാൽ അത് ഫെഫ്കയിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. എന്റെ യൂണിയന്റെ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയനിൽ ഒരു പരാതി വന്നാൽ അത് ഫെഫ്കയിലേക്കാണ് അയക്കുന്നത്. ആ ഫെഫ്കയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലേക്ക് അയക്കുന്നത്. എന്നിട്ടാണ് അവിടെ ഒരു മീറ്റിംഗ് നടക്കുന്നത്. വ്യക്തമായിട്ട് മനസ്സിലാവണത്, കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാനാണ്. ഇപ്പോ മേക്കപ്പ് യൂണിയനിൽ ഒരു പ്രോബ്ലം നടന്നു. അവര് ബി ഉണ്ണികൃഷ്ണന്റെ ആവശ്യപ്പെട്ടാണ് പറയുന്നത്. ഇപ്പോ സ്റ്റിൽ ഫോട്ടോഗ്രാഫേഴ്സ് യൂണിയനിൽ അവരുടെ മെമ്പർക്കെതിരെ സുബ്രഹ്മണ്യൻ പറഞ്ഞ ഒരാളുണ്ട്, പോക്സോ കേസിൽ അദ്ദേഹം മേക്കപ്പ് ആർട്ടിസ്റ്റ് സംഘടനയുടെ കമ്മിറ്റി മെമ്പറുമാണ്. അദ്ദേഹത്തിനെതിരെ എന്ത് നടപടി? ഇമ്മീഡിയറ്റ് വാട്സ്ആപ്പ് ഗ്രൂപ്പില് ഇമ്മീഡിയറ്റ് കമ്മിറ്റി കൂടി പുറത്താക്കി. അപ്പൊ തന്നെ അയാൾക്ക് വീട്ടിലേക്ക് രജിസ്റ്റേർഡ് നോട്ടീസും അയച്ചു. അല്ല പറഞ്ഞോട്ടെ, അതായത് അയാൾ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ഒക്കെ അയാളെ സസ്പെൻഡ് ചെയ്യുകയും ഇപ്പൊ നമുക്ക് സസ്പെൻഡ് ചെയ്യാനാണ് നമുക്ക് അത് ഇതുള്ളത്. അതിനുശേഷം അത് കുറ്റം തെളിഞ്ഞാൽ അത് ഡിസ്മിസ്, അതായത് എന്താണോ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കേണ്ടത് അതെടുക്കുകയും ഇന്ന് ലേബർ ഓഫീസർ അടക്കമുള്ള ആൾക്കാരുമായിട്ടായിരുന്നു നമ്മുടെ ഒരു മീറ്റിംഗ്, നമ്മുടെ സമരം ചെയ്ത സഹപ്രവർത്തകരുമായിട്ട്. അവരുടെ മുമ്പിൽ നമ്മൾ ആ ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചു കൊടുക്കുകയും ചെയ്താണ് ആ നടപടി എടുത്തത്. അല്ല, ഇന്നത്തെ ചർച്ച എന്ന് പറഞ്ഞാല് അവർ ആവശ്യപ്പെട്ട കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ എല്ലാം തന്നെ നടപ്പാക്കാൻ സാധിക്കുന്നതും ചിലത് കുറച്ച് സമയമെടുത്ത് നടപ്പാക്കേണ്ടതും ഒക്കെയാണ്. അതെല്ലാം ഈ ലേബർ കമ്മീഷണറുടെ ഒക്കെ സാന്നിധ്യത്തിൽ സംസാരിക്കുകയും അവർക്കത് അവരാവശ്യപ്പെട്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്ന് പറയുന്നത് പരിഹരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. ഒന്ന്, അവരാവശ്യപ്പെടുന്നത് അവർക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു സംഘടന വേണം. ലേഡീസ് മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഹെയർ സ്റ്റൈൽ ആർട്ടിസ്റ്റുകൾക്ക് മാത്രമായിട്ടൊരു പ്രത്യേക സംഘടന വേണമെന്നുള്ളതാണ്. അത് ഫെഫ്ക എന്ന് പറയുന്ന അപ്പർ ബോഡിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമില്ല. അത് അതാത് സംഘടനകളിൽ അവർ റെസൊല്യൂഷൻ മൂവ് ചെയ്ത് ഇങ്ങനെ ഒരു ആവശ്യം അതിനുവേണ്ടി മാത്രമായിട്ടൊരു ജനറൽ ബോഡി വിളിച്ചിട്ട് അവിടെ എടുക്കുന്ന തീരുമാനം, ഭൂരിപക്ഷം തീരുമാനം അനുസരിച്ചാണ് അങ്ങനെ ഒരു പുതിയൊരു സംഘടന രൂപീകരിക്കാൻ കഴിയുള്ളത്. ഉദാഹരണമായിട്ട് ഞങ്ങൾക്കിവിടെ PROയും
പബ്ലിസിറ്റി ഡിസൈനേഴ്സുമായിട്ട് ഒറ്റ സംഘടനയായിരുന്നു. അവരിതുപോലെ ഒരു റെസൊല്യൂഷൻ പോവുകയും അവർ 2 സംഘടനകളായിട്ട് മാറുകയും ആ 2 സംഘടനകളെ നമ്മൾ അഫിലിയേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ ആവശ്യപ്പെടുന്നത് അവർക്ക് ടേൺ വൈസ് ജോലി കൊടുക്കണമെന്നുള്ളതാണ്. അത് സിനിമയിൽ സാധ്യമാകുന്ന ഒരു കാര്യമല്ല. കാരണം സിനിമയിൽ ഒരാൾക്ക് ജോലി കൊടുക്കുന്നത് അയാളുടെ എക്സ്പെർട്ടൈസ്, അയാളുടെ കഴിവുകൾ, അയാൾ ഒരു പ്രത്യേകമായ മേക്കപ്പിന് അല്ലെങ്കിൽ മേത്യമാൻ ഹെയർ സ്റ്റൈലിന് ഒരു ഡയറക്ടറോ അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ടവരോ തീരുമാനിക്കുന്ന ആൾക്കാരെ വെക്കുന്നു. അല്ലാതെ ടേൺ അനുസരിച്ച് നാളെ അടുത്ത പടത്തിന് വേറെ ആൾ സിനിമയിലെ സാധ്യമാകത്തില്ല. എല്ലാവർക്കും ജോലി കൊടുക്കാനും സിനിമയിൽ സാധ്യത. ഫെഫ്ക എന്ന് പറയുന്ന ഒരു ട്രേഡ് യൂണിയൻ ഒരു തൊഴിൽ ദാതാവല്ല. തൊഴിൽ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകുക മാത്രമാണ് ചെയ്യുന്നത്. അവരവരുടെ കഴിവുകൾ കൊണ്ടാണ് ഓരോരുത്തരും സിനിമയിൽ സർവൈവ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് പ്രായോഗികമായില്ലെങ്കിലും അത് ചർച്ച ചെയ്യാവുന്ന ധാരണയിലെത്തിയിട്ടുണ്ട്. ഇങ്ങനെ അവർ പല കാര്യങ്ങളും ഉന്നയിച്ചത് ഹിയർ സ്റ്റേയിലൂടെയാണ്. ആരോ അങ്ങനെ പറഞ്ഞു, ആരോ ഇങ്ങനെ പറഞ്ഞു. ഞാൻ അവരോട് ചോദിച്ചത്, ഈ ഉണ്ണികൃഷ്ണനെ കുറിച്ച് നിങ്ങളിവിടെ എഴുതി വെച്ചിരിക്കുന്ന പോസ്റ്ററുകൾ അദ്ദേഹം ഞങ്ങളെ പറഞ്ഞു പറ്റിച്ച് പണം വാങ്ങി പണം തട്ടിയെന്ന. ഞാൻ നിങ്ങളോട് ആരെങ്കിലും ഉണ്ണികൃഷ്ണൻ എന്ന് പണം തരാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലില്ല, അതെങ്ങനെ എല്ലാവരും പറഞ്ഞു കേൾക്കുന്നതെന്ന് പറഞ്ഞു. അതേപോലെ സ്ത്രീ പീഡകർക്ക് കൂട്ടുനിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ ഒരു പോസ്റ്റ് കണ്ടു. സ്ത്രീ പീഡകർക്ക് കൂട്ടുനിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവോ ആരെങ്കിലും അല്ല, അതൊക്കെ എല്ലാവരും പറയുന്നത്. അങ്ങനെ ആരോ പറഞ്ഞ് ഇവരെ അങ്ങോട്ട് തള്ളിവിടുകയാണ്. അവർ ആ പെൺകുട്ടികൾ ആ വാസ്തവത്തിൽ സ്കേപ്പ് ഗോട്ടുകളായി ബലിയാടുകളാകുക. അവരെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഇതിന്റെ പുറയിൽ വലിയൊരു മൂവുണ്ട്. അത് മൂവ് എന്ന് പറയുന്നത് ഫെഫ്ക എന്ന സംഘടന വളരെ ശക്തമായിട്ട് ഇൻഡസ്ട്രിയിൽ ഇടപെട്ടുകൊണ്ട് ഇത്രയും തൊഴിലാളികളുടെ എല്ലാ പ്രശ്നങ്ങളും ഇടപെട്ടുണ്ട്. നമ്മളറിയാതെ കഴിഞ്ഞ 16 വർഷങ്ങളായിട്ട് നമ്മൾ ഇൻഡസ്ട്രിയിൽ എത്രമാത്രം സ്ട്രോങ് ആയിട്ട് ഇടപെട്ട് തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന സംഘടനയാണ്. അപ്പം ഇത് അതിന്റെ ഒരു വളർച്ചയെ ഭയപ്പെടുന്ന, അതിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു നീക്കമായിട്ട് തന്നെയാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. ഒരു സെക്കൻഡ് ഞാൻ പറയാൻ ശ്രമിച്ചത് ഇപ്പൊ ഞങ്ങളുടെ അംഗങ്ങളെല്ലാം നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് വി ഉണ്ണികൃഷ്ണനുമായി യാതൊരു ബന്ധവുമില്ലാത്ത 2 വിഷയങ്ങളിലാണ് അദ്ദേഹത്തെ പരസ്യമായി അടിസ്ഥാനരഹിതമായി അദ്ദേഹത്തെ ആരോപിച്ചത്. ഇപ്പോൾ സാന്ദ്രയുടെ കേസിലാണെങ്കിലും സാന്ദ്രയുടെ നിർമ്മാതാക്കളുടെ സംഘടനയായിട്ടുള്ള വിഷയമാണ് സാന്ദ്ര ആരംഭിച്ചത്. അത് പെട്ടെന്ന് ഇതിന്റെ ഒക്കെ പിന്നിൽ വി ഉണ്ണികൃഷ്ണനാണെന്നുള്ള ആരോപണം വന്നു. ഇതിലൊന്നും ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് ഈ 3 വിഷയത്തിലും വി ഉണ്ണികൃഷ്ണന് ഒരു ബന്ധവുമില്ലാത്തപ്പോ എന്തിനാണ് ഞങ്ങളുടെ സെക്രട്ടറിയെ വി ഉണ്ണികൃഷ്ണനെ ടാർഗറ്റ് ചെയ്യുന്നത്? അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് ഞങ്ങൾ പറയും. സംശയിക്കും. അങ്ങനെ ഒരു അതാണ് ഞാൻ അതിലേക്ക് വരാതിരുന്നത്. അങ്ങനെ നേരിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം സിബി സാർ ഇവിടെ വിശദീകരിച്ചുകൊണ്ടാണ് ഞാൻ അതിന്റെ ഇൻ ഷോർട്ട് ഒരു രൂപം പറഞ്ഞത്. ഈ 3 വിഷയത്തിലും സാന്ദ്രയുമായി സംസാരിച്ചിട്ടില്ല. സാന്ദ്രയുടെ കേസിൽ പരമാവധി ഒരു വനിതാ നിർമ്മാതാവെന്ന നിലയിൽ ഫെഫ്കയും വി ഉണ്ണികൃഷ്ണനും അവർക്ക് വേണ്ട പരമാവധി സഹായങ്ങളെ ചെയ്തു കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ആ വിഷയത്തിലൊക്കെ എന്തിനാണ് അദ്ദേഹത്തെ സാന്ദ്രയുമായിട്ടുള്ള കേസിന്റെ ഒത്തുതീർപ്പുകളിലൊക്കെ ഫയലാണ്. എത്രയോ കേസുകൾ, എത്രയോ സിനിമകളുടെ വിഷയങ്ങളിൽ ഇടപെട്ടുകയും അവർക്ക് അവരാവശ്യപ്പെട്ട പരിഹാരമെല്ലാം സാധിച്ചു കൊടുത്ത ഫയലാണ്. നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിലും ഇത് പരിശോധിക്കാം. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചുള്ളൂ. ഇന്നലെ രാത്രിയിൽ അവിടെ വന്ന 2 പേരും WCCയുടെ ആൾക്കാരാണ്. ഇതിനു മുമ്പ് തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് റീമാ കല്ലിങ്കൽ ഉൾപ്പെടെ ഇന്ന് രേവതി ഇട്ടിരിക്കുന്നു ഉച്ച കഴിഞ്ഞിട്ട്. അതിങ്ങനെ ഇവരിപ്പം ബോംബെയിലുള്ള അവരുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഇത് എത്തിച്ചിട്ട് അവരൊക്കെ പോസ്റ്റ് ഇട്ട് തുടങ്ങി. ഇപ്പോൾ അജിത പോലെയുള്ള സാമൂഹ്യ അജിതയും 2 സാമൂഹിക പ്രവർത്തകരൊക്കെ ഇപ്പോൾ അതിനെപ്പറ്റി പോസ്റ്റ് ചെയ്യുക. അങ്ങനെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഫെഫ്ക എന്ന സംഘടനയും ഉണ്ണികൃഷ്ണൻ വളരെ വളരെ ശക്തമായിട്ട് ഈ സംഘടന നേതൃത്വത്തിൽ നിൽക്കുന്നതിനെ ഭയപ്പെടുന്ന ആൾക്കാരുണ്ട്. അതുതന്നെയാണ് അവരുടെ ലക്ഷ്യം. ഇല്ല, ഇത് WCCക്കെതിരെ നമുക്ക് നിയമപടിക്ക് പോകേണ്ട കാര്യമില്ല. നമുക്ക് അവരെ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഉണ്ണികൃഷ്ണനെതിരെയുള്ള കേസിലോ FIRലോ ഉണ്ണികൃഷ്ണൻ സ്വന്തമായിട്ട് നേരിടേണ്ട ആളാണ്. അദ്ദേഹം നേരിടുകയും ചെയ്യും. ഞങ്ങളുടെ സംഘടന ഇദ്ദേഹത്തിനെതിരെ, ഞങ്ങളുടെ സംഘടനയിൽ ഉണ്ടായ ഈ വിഷയത്തിനെതിരെ ഞങ്ങൾ നിയമപരമായി സംഘടന മൂവ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് ഈ പെൺകുട്ടികളുടെ പരാതികൾ വ്യക്തമായിട്ടും പരിഹരിച്ച് അവർക്ക് ഏറ്റവും തൃപ്തികരമാവുന്ന രീതിയിൽ അതിന് പരിഹാരം അവർ കൊണ്ടുവന്ന വക്കീലിന്റെ സാന്നിധ്യത്തിൽ, ലേബർ ഓഫീസറുടെ സാന്നിധ്യത്തിൽ വളരെ വ്യക്തമായിട്ടും രേഖാമൂലം അതിനെ പരസ്പരം ഒരു ധാരണയിലെത്തി ഒപ്പിട്ട് പിരിഞ്ഞതാണ്. അതിനുശേഷം ഞാനൊരു ആവശ്യം അവിടെ ഉന്നയിച്ചത്, ഇവിടെ ഇവർ പോസ്റ്റർ എഴുതി വെച്ചിട്ടുണ്ട്, അതിന്മേൽ അവർക്ക് ഉത്തരവാദിത്വമുണ്ട്.
അവർ പറഞ്ഞത് കേട്ടാണ് ആരോ പറഞ്ഞു എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റ് മീഡിയകളിലൊക്കെ ആൾക്കാർ ഷൂട്ട് ചെയ്ത് പ്രചരിപ്പിക്കുന്നുണ്ട്. ഉണ്ണികൃഷ്ണനും ഒരു കുടുംബവും മകളും ഒക്കെ ഉള്ളതാണ്. അയാൾക്കുണ്ടായ അപമാനത്തിന് ആരാണ് മറുപടി പറയുക? അത് നിയമപരമായിട്ട് നേരിട്ടൊരു വിഷയമാണ്. അവർക്കെതിരെ ഡിഫോമേഷൻ കേസ് ഫയൽ ചെയ്യുക തന്നെ ചെയ്യും. ഈ രീതിയിൽ ആരോപണം ഉന്നയിക്കുന്ന ഓരോരുത്തർക്കുമെതിരെ നമ്മൾ നിയമപരമായ നടപടികളിലേക്ക് പോകും. ഇന്ന് അതിനുശേഷം അവർ ക്ഷമാപണം പറഞ്ഞുകൊണ്ട് ആ പോസ്റ്ററുകൾ വലിച്ചു കീറി അവർ തന്നെ ഈ 3 പെൺകുട്ടികളും ചേർന്ന് ആ പോസ്റ്ററുകൾ വലിച്ചു കീറി കക്ഷത്തിൽ വെച്ച് ഒരു വണ്ടിയിൽ കയറി വക്കീലിന് വണ്ടിയിൽ കയറി പോകുന്നതുണ്ട്. ഇതൊക്കെ നമ്മൾ സഹപ്രവർത്തകരാണ്. ഞങ്ങൾ സംസാരിച്ചപ്പോ ഞങ്ങൾക്കൊരു ടേബിളിൽ അപ്പുറത്ത് സംസാരിച്ച് പരിഹരിക്കാവുന്ന വിഷയമേ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടായതിപ്പോഴാണ് എന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം. അങ്ങനെ വളരെ കൃത്യമായി പരിഹരിച്ചൊരു വിഷയം. ഞങ്ങള് നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം നമ്മൾ 4 ദിവസം നിരന്തരമായിട്ട് ഈ 23 യൂണിയനുകളുമായിട്ട് ചർച്ച. അന്ന് എല്ലാവരും എന്താണ് ഫെഫ്ക പ്രതികരിക്കാത്ത ഫെഫ്ക ഒരു ദിവസം വന്നിട്ട് ഹേമ കമ്മിറ്റിയുടെ അഭിപ്രായം പറയുകയല്ല. നമ്മൾ ആ വസ്തുനിഷ്ഠമായി അതിനെ പഠിച്ചുകൊണ്ട് ഈ ഹാളിൽ വെച്ച് തന്നെ 21 യൂണിയനുകളെയും വിളിച്ചു വരുത്തി 4 ദിവസങ്ങളായിട്ട് വിശദമായി ഓരോ യൂണിയനുകളും അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ യൂണിയനുകളുടെയും വിഷയങ്ങളെ പഠിച്ച് വനിതകൾക്കായിട്ട് മാത്രം ഫെഫ്കയിലെ വനിതാ പ്രവർത്തകർക്ക് മാത്രമായിട്ട് ഒരു മീറ്റിംഗ് പ്രത്യേകം വെച്ചു. ആ മീറ്റിംഗ് മലമ്പാക്കാനായിട്ട് ഇവർ ശ്രമിച്ചു. 3 സ്ത്രീകളെ അവിടെ കൊണ്ടുവന്നു. അതിന്റെ വീഡിയോ ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഈ കൊണ്ടുവന്ന ആൾക്കാരിൽ ഒരാൾ ഞാൻ ഇന്നലെ പറഞ്ഞ ആ കോളേജ് അധ്യാപികയാണ്. അവരുൾപ്പെടെ ഒരു വണ്ടിയിൽ ഇവിടെ കൊണ്ടുവന്നിറക്കി ഈ 3 സ്ത്രീകൾ ഞങ്ങളുടെ ഹോളിൽ കയറിയിരുന്ന് മൊത്തം ആ മീറ്റിങ്ങിനെ അലമ്പാക്കുന്നത്. അതിന്റെ വീഡിയോ റെക്കോർഡിംഗ്, നമ്മുടെ മീറ്റിങ്ങിന്റെ വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചോളം ഒരു ലീഗൽ നടപടിയിലേക്ക് പോയാൽ കൃത്യമായ തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട്. ആരൊക്കെ എന്തൊക്കെയാണ് ഏത് രീതിയിലാണ് ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യുകയും ഇതിനെ തകർക്കാൻ ശ്രമിക്കുകയും ഇതിന്റെ ഗൂഢാലോചനയിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. WCC അംഗങ്ങൾ നിരന്തരമായ ഒരു സിനിമാ വ്യവസായത്തെ തകർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവർ കൂടി പ്രതിനിധാനം ചെയ്യുന്ന സംഘടനകൾക്ക് അവർക്കെതിരെ നടപടിയെടുക്കണമെന്നോ, അഭിനേതാക്കളാണെങ്കിൽ അമ്മ പോലുള്ള സംഘടനയുണ്ട്, അവർ നടപടിയെടുക്കണമെന്നൊക്കെ ആവശ്യപ്പെടുന്നുണ്ടോ? ഇല്ല, അവര് ഒരു സ്പെഷ്യൽ പ്രത്യേക ബോഡിയായിട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ അംഗങ്ങളായിട്ടുള്ള അതിനകത്ത് കൂടുതലും അഭിനേത്രികളാണ്. അതിനകത്തുള്ള വളരെ കുറച്ച് ടെക്നീഷ്യന്മാർ മാത്രമാണ്. അവർ മാറി നിൽക്കുകയാണ്. അത് അവരുടെ തീരുമാനമാണ്. അവർക്കെതിരെ നടപടിയെടുക്കാൻ നമ്മൾ പോകുന്നില്ല. നമുക്ക് നമ്മുടെ നിലപാടിലൂടെ ഈ സംഘടന എന്ന് പറയുന്നത് ഈ ഇവിടുത്തെ 8000-ഓളം തൊഴിലാളികൾക്ക് അവരെ ആശ്രയിക്കുന്ന അവരുടെ അവരുടെ ആരോഗ്യ സുരക്ഷ ഉൾപ്പെടെയുള്ള അവരുടെ വേതന തർക്കങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവർക്ക് അവരുടെ തൊഴിലിടത്തിൽ ഏറ്റവും അനുകൂലമായ സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഫെഫ്കയുടെ ലക്ഷ്യം. അത് നിറവേറ്റിക്കൊണ്ട് പോവുക തന്നെയും. അതിനിടയിൽ വരുന്ന ഇത്തരം വിഷയങ്ങളെ നമ്മൾ വേണ്ട വിധത്തിൽ നിയമപരമായിട്ട് കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളെ അങ്ങനെയും കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയും ഇതുപോലെ സമരവുമായി മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ എങ്കിൽ നിയമ നടപടി സ്വീകരിക്കാമല്ലോ സംഘടനയും. സമരത്തിന്റെ കാര്യത്തിൽ അത് പരിഹാരം അവർക്ക് ബോധ്യപ്പെട്ടല്ലോ. ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോ എന്നുള്ള അവർക്ക് ബോധ്യപ്പെട്ട് അത് പെടുത്തിയവർക്കെതിരെ അവര് മറവിൽ നിന്നല്ല ഇത് ചെയ്യുന്നത്. തെളിവുണ്ടെന്ന് പറയുന്നത് ഇന്നലെ വന്നവരുടെ ഫോട്ടോഗ്രാഫ്സ് നമ്മുടെ കയ്യിലുണ്ട്. അവര് തന്നെ ഇട്ട് പോസ്റ്റ് ചെയ്തേക്കുന്ന ഫോട്ടോഗ്രാഫ്സ് ഉണ്ട്. അവര് തന്നെ പരസ്യപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഇതിനകത്ത് നേരത്തെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ജോസ് തോമസ്, ഫെഫ്ക സ്റ്റിയറിംഗ് കമ്മിറ്റി മെമ്പറാണ്, ഡയറക്ടറാണ്. ഇവിടെ നേരത്തെ പറഞ്ഞു ഈ 2 പെൺകുട്ടികൾ ഇന്ന് ചർച്ചയ്ക്ക് വന്നപ്പോൾ 3 പെൺകുട്ടികൾ അവർക്ക് ഒരു ക്ലാരിറ്റി ഇല്ല. എന്താണ് അവർ ഉന്നയിച്ച ആവശ്യങ്ങളിൽ പോലും അവർക്ക് ക്ലാരിറ്റി ഇല്ലാതെയാണ് ഇരിക്കുന്നത്. അപ്പോൾ തന്നെയാണ് ഞങ്ങൾക്ക് ഭാഗ്യശക്തികൾ ഇതിന്റെ പിന്നിലുണ്ട് എന്ന് സംശയം തോന്നുന്നു. അല്ല, ക്ലാരിറ്റി അതാ ഞാൻ പറഞ്ഞത്. ഫെഫ്ക എന്ത് ചെയ്തു എന്ന് അവരറിഞ്ഞില്ല, അല്ലെങ്കിൽ അവർക്കറിയില്ല എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം അവരുടെ ഒരു ചോദ്യമുണ്ട്. പ്ലാൻ ഓഫ് ആക്ഷൻ, ഫെഫ്ക എടുത്ത പ്ലാൻ ഓഫ് ആക്ഷൻ എവിടെയാണ് പൂട്ടിയിരിക്കുന്നത്? ആ പ്ലാൻ ഓഫ് ആക്ഷൻ എടുത്തിട്ട് അതിന്റെ എല്ലാ വകുപ്പുകളും കാണിച്ചിട്ട് ചോദിച്ചു, ഇത് ചെയ്തില്ലേ, ഇത് ചെയ്തില്ലേ, അത് ചെയ്തു, ഇത് ചെയ്തു. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഇത് പറയാൻ? അത് പലരും പറഞ്ഞു കേട്ടില്ല. ഇപ്പൊ നേരത്തെ നിങ്ങൾ സാന്ദ്ര തോമസിന്റെ ഒരു കാര്യം ചോദിച്ചു. സാന്ദ്ര തോമസുമായിട്ട് ഞാൻ ഒരു ചാനലിൽ ലൈവ് വന്നതാണ്. അപ്പൊ സാന്ദ്രയോട് ഞാൻ ചോദിച്ചു, എന്താണ് ബി ഉണ്ണികൃഷ്ണനെതിരെയുള്ള പരാതി? നിങ്ങൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അംഗമാണെങ്കിൽ അവിടെ ഉണ്ണികൃഷ്ണനില്ല. അല്ല, ഉണ്ണികൃഷ്ണൻ പറഞ്ഞിട്ടാണ് ആൻഡ്രോ ജോസഫ് ഉൾപ്പെടെയുള്ളവർ എന്നെ പുറത്താക്കിയത്. ഞാൻ പറഞ്ഞു, എന്താ തെളിവ്? അത് ആൻഡ്രോ ജോസഫ് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആൻഡ്രോയെ ഇപ്പോൾ വിളിക്കാം, അല്ലെങ്കിൽ ഞാൻ വിളിച്ചു വരുത്താം, ഉണ്ണികൃഷ്ണനെ വിളിച്ചു വരുത്താം. ആൻഡ്രോ അങ്ങനെ നിങ്ങളുടെ മുമ്പിൽ
പറഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഉണ്ണികൃഷ്ണനെ കൊണ്ട് ക്ഷമ പറയിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് എന്ത് ചെയ്യാമെന്ന്. അപ്പോൾ അവർ പറയണം, അല്ല ആന്റോ ജോസഫ് എന്നോട് പറഞ്ഞതല്ല, വേറൊരാളോട് പറഞ്ഞിട്ട് അയാൾ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞ ആരാണ് ഈ വേറൊരാൾ? അതിന് മറുപടിയില്ല. അപ്പൊ ഇങ്ങനെ എവിടെയോ കേട്ട് ആരോ പറഞ്ഞ കാര്യം പെൺകുട്ടികൾ അത് തന്നെ പറഞ്ഞു, ആരോ പറഞ്ഞു. വ്യക്തതയില്ല എന്ന് ജോസഫ് പറഞ്ഞു. അത് തന്നെയാണ്, അവർക്ക് വ്യക്തതയില്ല അവരുടെ ആവശ്യങ്ങൾ എന്താണെന്നോ ആരോപണങ്ങൾ എന്താണെന്നുള്ളത്. ആരോ പറഞ്ഞു അവിടെ പറയുന്ന പോലെ കേട്ടു, ഇങ്ങനെ പറഞ്ഞിട്ടാണ് പറയുന്നത്. അവർക്ക് സിനിമാ മേഖലയിൽ അവർക്ക് വ്യക്തിപരമായി സിനിമാ മേഖലയിൽ അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകളുണ്ട്. അതും അവർ നമ്മളോട് കൃത്യമായി പറഞ്ഞു. അതിന് ഞങ്ങൾ അതീവ ഗൗരവ സാഹചര്യമാണ് ഇത്രയും വലിയൊരു സമരത്തിലേക്കും മറ്റിലേക്കും ഒക്കെ പോയത്. തീർച്ചയായും അവര് പറഞ്ഞ മുഴുവൻ ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം. അത് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യമാണ്. അത് നമുക്ക് അതിനെപ്പറ്റി ക്ലാരിറ്റി ഇല്ല. പക്ഷേ ഇങ്ങനൊരു സാഹചര്യം വന്നത് എങ്ങനെയാണെന്ന് അവർ പറയുമ്പോൾ ഈ ഒരു ഹേമ കമ്മിറ്റി വന്ന ആ ഒരു സാഹചര്യത്തിലാണ് അവരിത് ഉന്നയിക്കുന്നത്. ഇത് ഫെഫ്കയിൽ പറയാതെ പുറത്തേക്ക് പോയി പറഞ്ഞു എന്നതിന്റെ കാർഡിനേഷനിലാണ് ബഹളം ഉണ്ടാക്കുകയും ചെയ്തതെന്നുള്ളതായിരുന്നു അന്നത്തെ അവരുടെ പരാതി. അതിന് ഉണ്ണികൃഷ്ണൻ സാറിനെ പണ്ട് ടാർഗറ്റ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് നിർത്തിയിരുന്നു എന്നുള്ള വാസ്തവമാണ്. പക്ഷെ അന്ന് അത് പരിഹരിക്കാതെ ഈ ഇത്രയും കാലം കൊണ്ടുപോയിട്ട് ഇപ്പൊ അവരുടെ പരാതിയിൽ വ്യക്തതയില്ല എന്ന് പറയുന്നത് അല്ല, അവരുടെ പരാതിയിൽ ആ രീതിയിലുള്ള വ്യക്തതയില്ല എന്നല്ല പറഞ്ഞത്. അവര് സിനിമാ മേഖലയിൽ അവർക്ക് വ്യക്തിപരമായി അനുഭവപ്പെട്ടിട്ടുള്ള വിഷമങ്ങളൊക്കെ അവർ ഞങ്ങളോട് പറഞ്ഞു. അതിലൊക്കെ അവർക്ക് ആ കാര്യത്തിലൊക്കെ അവർക്ക് വ്യക്തതയുണ്ട്. അതൊക്കെ ഞങ്ങൾ അഡ്രസ് ചെയ്യുകയും അതിന് പരിഹാരം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവർ ഉന്നയിച്ച ചില കാര്യങ്ങളൊക്കെ അതീവ പ്രാധാന്യമുള്ളതുമാണ്. നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് അതിന്റെ അപ്പുറത്തേക്കുള്ള ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ ഒരു ബാഹ്യശക്തി ഇടപെട്ടിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട്. അത്തരം സംശയം ഞങ്ങൾക്ക് ഉണ്ടാവുന്ന രീതിയിലുള്ള ഇടപെടലുകളും ചില കാര്യങ്ങളും അവിടെ സംഭവിച്ചിട്ടുണ്ട്. ബാഹ്യശക്തികൾ ഇടപെട്ടു എന്ന് സംശയിക്കാൻ കാരണം ഈ പറയുന്ന പരാതി ഉന്നയിക്കുന്ന എല്ലാവരുടെ ആവശ്യം ഡി ഉണ്ണികൃഷ്ണൻ രാജിവെക്കും. സാന്ദ്ര തോമസും പറയുന്നതാണ് ഉണ്ണികൃഷ്ണൻ രാജിവെക്കും. ഇവരും പറയുന്നു, ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫറും പറയുന്നു. അപ്പൊ ഉണ്ണികൃഷ്ണൻ രാജിവെച്ചാൽ തീരുന്നതാണോ അവരുടെ പ്രശ്നം? അപ്പോൾ ഇത് വ്യക്തിപരമാണ്, അല്ലെങ്കിൽ ബാഹ്യശക്തികൾ ഇടപെട്ടുകൊണ്ട് ഉണ്ണികൃഷ്ണനെ അങ്ങ് മാറ്റിയാൽ ഫെഫ്കെ എങ്ങനെയെങ്കിലും തകർക്കാം എന്ന് പറഞ്ഞ ഒറ്റ ലക്ഷ്യമാണ്. ഞങ്ങളതിനെ പ്രതിരോധിക്കുക തന്നെ ചെയ്യും. ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ഞങ്ങളെ ഈ 8000 പേരെ ഒരേപോലെ നയിക്കുന്നവരാണ്. അതിൽ 3-4 പേര് എന്തെങ്കിലും എതിരഭിപ്രായം പറഞ്ഞാൽ അത് ഞങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നില്ല. അവരുടെ പരാതികൾ ജെനുവിനാണെങ്കിൽ അത് അംഗീകരിക്കും, അതിന് പരിഹാരം ഉണ്ടാകും. അവരെ നമ്മൾ ചർച്ചയ്ക്ക് വിളിക്കുന്നുണ്ട്. അവരാവശ്യപ്പെട്ടത് അവരുമായിട്ടൊരു ചർച്ച വേണമെന്നുള്ള ഈ ചർച്ചയ്ക്ക് ഈ കെയർ സ്റ്റൈലിസ്റ്റുമാരുടെ അവരുടെ മൊത്തം ആൾക്കാരെ വിളിച്ചിട്ട് എന്റെ നേതൃത്വം ഞാൻ തന്നെയാണ് ആ മീറ്റിംഗ് വിളിക്കുന്നത്. ആ മീറ്റിംഗിൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയും. അവർക്ക് വ്യക്തതയില്ലാത്ത കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കും. പലർക്കും ഈ ഒരു അറിവില്ലായ്മയുടെ പ്രശ്നങ്ങളുണ്ട്, ധാരണയില്ലായ്മയുണ്ട് എന്താണ് ഈ ഇൻഡസ്ട്രിയുടെ ഒരു പ്രവർത്തന രീതി. അതുകൊണ്ടാണ് അവരെ പെട്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്നത്. അപ്പോൾ ആ വിഷയങ്ങളിലൊക്കെ അവർക്ക് ക്ലാരിറ്റി ഉണ്ടാക്കുകയും അവർക്ക് അതുപോലെ തന്നെ ഏറ്റവും സേഫറായിട്ടുള്ള ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക എന്നുള്ളതും കൂടെയാണ്. അവർ ടോയ്ലറ്റ് വിഷയങ്ങൾ പറയുന്നുണ്ട്. അതിനുമേലൊക്കെ നമ്മൾ ഓൾറെഡി നിർമ്മാതാക്കളുമായിട്ട് സംസാരിച്ച് പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു. അവരുടെ ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ ചൂടുള്ള ഭക്ഷണം കൊടുക്കാൻ ഹോട്ട് കാരിയേഴ്സ് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞു. ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള റൂംസ് സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ട് കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു ദിവസം കൊണ്ട് എല്ലാ കാര്യങ്ങളും. അന്നത്തെ ആ ചർച്ചയ്ക്ക് ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത് ഓഗസ്റ്റ് 18-ാം തീയതിയാണ്. തുടർന്നുള്ള ആഴ്ചകളിൽ നമ്മൾ നീണ്ട ചർച്ചകളിലൂടെ അതിന്മേലെല്ലാം ഉണ്ടായി നമ്മൾ റിപ്പോർട്ടുണ്ടാക്കി. ആ റിപ്പോർട്ട് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഘട്ടങ്ങളിലും. അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫെഫ്ക പോലെ ഇത്രയും വളരെ ആഴത്തിൽ ഈ വിഷയത്തെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് പരിഹാരം കാണാൻ മുന്നോട്ട് വന്ന് മറ്റൊരു സംഘടനയുമില്ല. നമ്മൾ കൃത്യമായിട്ടും ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിക്കൊണ്ടത് ഇവിടുന്ന് പാറിപ്പോകാനല്ല ഉദ്ദേശിക്കുന്നത്. ആ വിഷയത്തെ വ്യക്തമായിട്ടും അതിന് കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ അഡ്രസ്സ് ചെയ്ത് പരിഹാരം ഉണ്ടാക്കാനാണ് ഫെഫ്ക ശ്രമിച്ചിട്ടുള്ളത്. ഹേമ കമ്മിറ്റിയുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയത്തിൽ അത് തന്നെ ഇനി തുടരുകയും ചെയ്യും. ഇല്ല ഇന്നിപ്പോ ഉച്ചയ്ക്ക് 2 മണിയാണ് അവരുമായിട്ടുള്ള ആ സമാവേശം. ഫിക്സ് ചെയ്തിട്ടില്ല. ഇനി ഞങ്ങളുടെ കമ്മിറ്റി കൂടണം. എത്രയും വേഗം ഉണ്ടാവും. അല്ലല്ല അവര് ഹെയർ സ്റ്റൈലിസ്റ്റിന്റെ മുഴുവൻ അവർക്കാണല്ലോ ആണുങ്ങൾ ഹെയർ സ്റ്റൈലിസ്റ്റ് ആയിട്ടുണ്ട്. ഇല്ല, അവർക്കാണല്ലോ പ്രത്യേക സംഘടന വേണമെന്നൊക്കെയുള്ള ചില ആവശ്യങ്ങൾ വന്നിരിക്കുന്നത്. പിന്നെ ടേൺ ആയിട്ട് വർക്ക് കൊടുക്കണമെന്നൊക്കെ പറയുന്നത് അതിന്റെ പ്രായോഗികതയെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്ത്
കൃത്യമായ പരിഹാരം ഉണ്ടാകും. ഈ 3 പെൺകുട്ടികളും അവിടുന്ന് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് തന്നെയാണ് പോയതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞങ്ങളുടെ മുമ്പിൽ അവർ അങ്ങനെ തന്നെ പറഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോയത്. ഇനി പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അവർ വീണ്ടും ഇൻഫ്ലുവൻസ്ഡ് ആകുമെന്ന് നമുക്കറിയില്ല. അവരോടൊപ്പം അവരുടെ ലീഗൽ അഡ്വൈസറും ഉണ്ടായിരുന്നു. അവരുടെ വക്കീലിനൊപ്പം വരികയാണ്. വക്കീലിനെ ബോധ്യപ്പെട്ട് വക്കീൽ വരെ പറഞ്ഞ് ബോധ്യപ്പെട്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ഇന്ന രീതിയിലാണ്. അതിന്റെ ലീഗാലിറ്റിയൊക്കെ ആ വക്കീൽ അവിടെ വെച്ച് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുണ്ട്. വളരെ ക്ലാരിറ്റിയോടെയാണ് അവരുടെ പോയതാണ് ഞങ്ങൾ ധരിക്കുന്നത്. അത് ഇനി മാറ്റി പറയുക എന്നുള്ളത് നമുക്കറിയില്ല. അങ്ങനെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്.